പലസ്തീൻ ഐക്യദാർഢ്യവുമായി മുസ്ലിം ലീഗ് കോഴിക്കോട് നടത്തിയ മഹാറാലിയിൽ 10,000 പങ്കെടുത്തു. എന്തായാലും സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതല്ല യഥാർത്ഥത്തിൽ. A sorry milestone as this miserable exodus reaches its end. More than 100,000 ethnic Armenians have now left their homes in Nagorno-Karabakh. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 19, 2023 ഏതാണ്ട് 1,00,000-ഓളം വരുന്ന 1,11,000 വരുന്ന അർമേനിയൻ ക്രിസ്ത്യൻസിന് അവരെ മൊത്തം സ്ഥാവര ജംഗമ വസ്തുക്കളുമായിട്ട് ഇവര് ഈ പറയുന്ന 100 കിലോമീറ്റർ നീളത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് മാത്രമല്ല, അത് എക്സ്പൾഷൻ മാത്രമല്ല, അത് മഹാദുരന്തമായിരുന്നു. ഇതിനേക്കാൾ വലിയൊരു എക്സഡസ് ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ഗാസയിൽ. സ്വന്തം രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഈ 1,00,000 പേരെ കുറിച്ച് നിങ്ങൾ എത്ര പേര് ഇതിനെ കുറിച്ച് ഒരു വാർത്ത കേട്ടിട്ടുണ്ട്? കൊടുമൺ പോറ്റി ലെവലിൽ നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ നിങ്ങൾ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒന്നും നിശബ്ദത അല്ലെങ്കിൽ ഒരു വിമർശനം ഇല്ലെങ്കിൽ നിങ്ങൾ മിക്കവാറും, ഇതാണ് എന്റെ മെയിൻ തിസിസ്, ഇതാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ കാര്യം പറയുക മാത്രമല്ല, നിങ്ങളത് വാക്ക് ദ ടോക്ക്, നിങ്ങളത് പാലിക്കുന്ന ആളാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ നമുക്ക് കയറി പണിയാൻ പറ്റില്ല. അവനോട് കയറി സ്ത്രീകളുടെ വിവാഹപ്രായം കൂട്ടുന്നു, അത് നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ റാവുത്തർക്ക് ഇഷ്ടമല്ല. മറ്റുള്ളവരുടെ ജീവിത പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഒരു കരുതലാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തോടുള്ള അഭിനിവേശം. ഞാൻ ആദ്യം പറഞ്ഞു, ഇസ്ലാമിന്റെ പ്രഹരശേഷി ഉപയോഗിച്ചുകൊണ്ട് റാഡിക്കൽ ലെഫ്റ്റ് പാശ്ചാത്യ സമൂഹങ്ങളെയും മോഡേണിസത്തെയും സയൻസിനെയൊക്കെ അട്ടിമറിക്കാനുള്ള ശ്രമം. തരൂരൊക്കെ കിടന്ന് ആണയിട്ടോണ്ടിരിക്കുക. ഈ ഹമാസിനെ തീവ്രവാദി സംഘടന വിളിച്ച മനുഷ്യനാണ് നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ വരുന്നത് എന്ന് വെച്ചാൽ ഹമാസ് തീവ്രവാദി സംഘടന അല്ലേ? ആയിരിക്കാം, പക്ഷെ നമ്മളങ്ങനെ പറയല്ലോ, പോരാളികളാണ്. ഇന്നത്തെ അവസ്ഥ എന്തായിരുന്നു? ഒക്ടോബർ 7 ഇസ്രായേൽക്കാർ കിടന്ന് ഉറങ്ങുകയാണ്. രാവിലെ വന്ന് ഈ ഹമാസ് ടെററിസ്റ്റുകൾ, ഫ്രീഡം റേപ്പിസ്റ്റുകൾ, ഇസ്രായേലിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഹമാസിന് അങ്ങനെ ചെയ്യാം. നിങ്ങൾ ലെഫ്റ്റ് ആണെന്ന് ക്ലെയിം ചെയ്യുന്നു, ബട്ട് യു ആർ നോട്ട് ലെഫ്റ്റ്, യു ആർ സിംപ്ലി കമ്മ്യൂണൽ. പക്ഷെ ഇതൊന്നുമല്ല പോട്ടെ, RSSകാരായിരുന്നു മുൻവൈരാഗ്യമുണ്ട്. ഓക്കെ. ഈ കുറ്റപത്രത്തിൽ നിങ്ങൾക്ക് കാണാം, കുറ്റപത്രം തന്നെ കോടതി ഫ്രെയിം ചെയ്തിരിക്കുന്നത് പ്രതികൾക്ക് ഹിന്ദു കമ്മ്യൂണിറ്റിയിലായതുകൊണ്ടും മുസ്ലിങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യം കൊണ്ടും അതിന്റെ കൂടെ RSS ആയതുകൊണ്ടും എന്നാണ്. ഒരു ഹിന്ദു ആണെങ്കിൽ മുസ്ലിമിനെ കൊല്ലാനുള്ള ഒരു കാരണമാവുകയാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരു സ്റ്റേറ്റില് ഒരു കേസിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വാദമാണിത്. ഹൗ സ്റ്റുപ്പിഡ്! ഇവിടെ 100 കോടിയിലധികം ഹിന്ദുക്കളുണ്ട്, 10-20 കോടി മുസ്ലിങ്ങളുണ്ട്. ഈ വാദത്തിന് എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ? ഈ രാജ്യമുണ്ടോ? ഈ കേരളത്തിലെ ഈ നവനാസ്തികരും സംഘപരിവാറും തമ്മിൽ അതിഗംഭീരമായിട്ടുള്ളൊരു തുരങ്ക സൗഹൃദം നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഹമാസിന്റെ തുരങ്കമായിരിക്കും, എനിക്കറിയില്ല ഏത് തുരങ്കമാണ്. നമുക്ക് വലത്തേക്ക് ചാഞ്ഞ് ആരാ പറയുന്നത്? ഇസ്ലാം പോലെയുള്ള കൊടിയ വലതുപക്ഷ സ്ഥാപനം. ഇസ്ലാമിനേക്കാൾ വലതുപക്ഷമായിട്ടൊന്നും ലോകത്തില്ല. ഇനി വല്ല യുറാനസിലെങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഒരു ഇടത് ആകണമെന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന്റെ കാര്യത്തിൽ either you are neutral or you are pro-Islamic. Otherwise you cannot be called a left. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഈ വലിയ ചൂടിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഇത് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ പേരിട്ടപ്പോൾ തന്നെ വല്ലാതെ ഈ പറഞ്ഞ കുരുവംശത്തിൽപ്പെട്ട ആളുകളെല്ലാം കൂടെ വലിയ പ്രശ്നം ഉണ്ടാക്കി. അവരുടെ ധാരണ എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളായ CPM-നെതിരെയുള്ള ഒരു ഇസ്ലാമിക പക്ഷപാത ആരോപണമാണ്, അവരുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കുന്നതാണ് എന്നൊക്കെയുള്ള ഒരു ഡെല്യൂഷന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ ബഹളം എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ ചിലത് എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് വളരെ നന്നായി, ഞങ്ങൾക്ക് കുറച്ചുകൂടെ മുസ്ലിം വോട്ട് കിട്ടും, ആളാണ് ഞങ്ങളത് നിങ്ങൾ ബോധ്യപ്പെടുത്തി. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന കമന്റൊക്കെ എഴുതുന്നവരോ? അവർക്ക് അറിയില്ല നിങ്ങൾ ചെയ്തതാണ് നല്ലത് എന്ന് കമന്റ് മെസ്സേജ് അയച്ചവരുണ്ട്. രണ്ടും ഞാനിങ്ങനെ ഒരു ഹോർലിക്സ് കുപ്പിയിലിട്ട് ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. 2 തരം കമന്റുകൾ. എന്തായാലും സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതല്ല യഥാർത്ഥത്തിൽ. നമ്മളിത് ഇവിടെ രാഷ്ട്രീയ കക്ഷികള് പരസ്പരം മതപ്രീണനമൊക്കെ നടത്തുന്നതും ഈ ഒരു വിഷയം അല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ ഒരു ബൗദ്ധിക മാനങ്ങളുള്ള അന്തർദേശീയ തലത്തിൽ തന്നെ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. അത് ഇതിനകത്തും ഇതും വരും എന്നുള്ളത് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യം. അപ്പോൾ എൻ്റെ ഒരു ഡിസ്ക്ലെയിമർ ഇതാണ്, ഈ ഒരു വിഷയമല്ല. CPM-ഉം BJP-യും ജയരാജനും
അല്ലെങ്കിൽ കോൺഗ്രസും സതീശനും ഒന്നും അല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇടത് വലത് രാഷ്ട്രീയം. ഇടത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അർത്ഥമാക്കുന്നത്, എന്തൊക്കെയാണ് പലരും ഞാൻ ഇടതാണ് എന്നൊക്കെ വലിയ തോതിൽ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താറുണ്ട്. അതിൻ്റെ ഒരു ചരിത്രം, അതിൻ്റെ ഒരു ജനിതകം ഇതൊന്ന് പരിശോധിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിൽ നിന്ന് ബാക്കി കാര്യങ്ങളിലേക്ക് പോകും എന്നുള്ളത് സ്വാഭാവികമായ കാര്യം. ഈ ഇസ്ലാമോ ലെഫ്റ്റിസം എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇസ്ലാം ലെഫ്റ്റ് എന്ന് പറയും. അപ്പോൾ അത് ആക്ച്വലി ഒരു ഓക്സിമറോൺ ആണ്. ഓക്സിമറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാർക്ക് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓക്സിമറോൺ ആണ്. ഡാർക്ക്നെസ് എന്ന് പറയുന്നത് ലൈറ്റിന്റെ ഒരു സ്വഭാവമല്ല, അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യം അല്ലെ. ബ്ലാക്ക് വൈറ്റ് എന്ന് പറഞ്ഞാലും അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഈവിൾ ഇന്നസെൻസ്. ഈവിൾ ഇന്നസെൻസ് എന്ന് പറയുമ്പോൾ ഇന്നസെൻസ് നിഷ്കളങ്കത, ഈവിൾ എന്ന് പറഞ്ഞാൽ പൈശാചികമായ. അപ്പൊ രണ്ട് വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളുടെ സങ്കലനമാണ് ഈ ഓക്സിമറോൺ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമോ ലെഫ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാം ലെഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓക്സിമറോൺ ആണ്. കാരണം ഇസ്ലാം എന്ന് പറയുന്ന ഒരു കൊടിയ റിലീജിയൻ ആണ്, ഒരു മക്ക മദീന റിലീജിയൻ ആണ്, 7-ാം നൂറ്റാണ്ടിലേക്കുള്ള ഒരു ക്ഷണക്കത്താണ്. അതേസമയം ലെഫ്റ്റ് എന്ന് പറയുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള, അത് പ്രോഗ്രസീവ് ആണ്, എൻലൈറ്റൻമെന്റ് ആണ്, സയന്റിഫിക് ആണ്, റാഷണൽ ആണ്, ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. എല്ലാത്തരം പോസിറ്റീവ് ആധുനിക യുഗത്തിൽ നമ്മൾ കാണുന്ന പോസിറ്റീവ് ക്വാളിറ്റികളും ക്ലെയിം ചെയ്യുന്ന ഒന്നാണ് ലെഫ്റ്റ് വിങ് ഐഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ലെഫ്റ്റിന് ഇസ്ലാമുമായി ചേരാൻ കഴിയുക? അത് വളരെ വല്ലാതൊരു വിരോധാഭാസമല്ലേ, ഒരു ഓക്സിമറോൺ അല്ലേ? ആ ഓക്സിമറോണിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ലെഫ്റ്റും ഇസ്ലാമും തമ്മിൽ ചേരില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത് ചേർന്ന് ഒന്നായി തീരുന്ന ഒരു ചിത്രം നമ്മൾ ഇന്ന് ലോകത്തെമ്പാടും കാണുന്നു എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വിഷയം. ഓക്കെ, ഇതില് പാസ്കൽ ബ്രൂക്നർ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഫിലോസഫർ ഉണ്ട്. അദ്ദേഹം ഈ ഒരു വാക്ക് ഇസ്ലാമോ ലെഫ്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു 4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഇറ്റ്സ് എ ഫ്യൂഷൻ ബിറ്റ്വീൻ ദ എത്തീസ്റ്റ് ഫാർ ലെഫ്റ്റ് ആൻഡ് ദ റിലീജിയസ് റാഡിക്കലിസം. മത തീവ്രവാദവും എന്താ പറയാ, എത്തീസ്റ്റ് ഫാർ ലെഫ്റ്റ് നിരീശ്വരവാദപരമായിട്ടുള്ള തീവ്ര ഇടതും മത തീവ്രവും, തീവ്ര ഇടത് മത തീവ്ര, ഇത് തമ്മിലുള്ള ഒരു ഫ്യൂഷനാണ് ഇസ്ലാമോ ലെഫ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാം ലെഫ്റ്റ് എന്ന് പറയുന്നത്. അതിപ്പോ ഉണ്ട്, ലോകമെമ്പാടും ഉണ്ട്, കേരളത്തിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്, അമേരിക്കയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ട്രോസ്കിയുടെ ഒരു ഐഡിയയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ കാര്യമാണ്. ട്രോസ്കി പെർസീവ് ഇസ്ലാംസ് പൊട്ടൻഷ്യൽ ഫോർ ഫൊമെന്റിങ് സൊസൈറ്റൽ അൺറെസ്റ്റ്. സമൂഹത്തിൽ അശാന്തി ഉണ്ടാക്കാനും കലഹം ഉണ്ടാക്കാനും കാലുഷ്യം ഉണ്ടാക്കാനും ഉള്ള ഇസ്ലാമിന്റെ കഴിവ് തിരിച്ചറിയുന്ന തീവ്ര ഇടതാണ് ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കുന്നത്. ഇസ്ലാമിന് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് വയലൻസ്, ഇറ്റ് ക്യാൻ ക്രിയേറ്റ് അൺറെസ്റ്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ ഫോഴ്സ് ഉപയോഗിക്കാൻ കഴിയും, സ്ട്രീറ്റ് നിരത്താൻ കഴിയും. അങ്ങനെ ഒരു കഴിവ് ഇസ്ലാം എന്ന് പറയുന്ന റിലീജിയൻ ഉണ്ട്. ആ കഴിവിനെ ഫാർ ലെഫ്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഇസ്ലാമോ ലെഫ്റ്റ് ഉണ്ടാകുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഇസ്ലാമിനെ ഒരു ബാറ്ററിംഗ് റാം ആയിട്ട് ഉപയോഗിക്കണം. ഈ ബാറ്ററിംഗ് റാമാണ് നിങ്ങൾ കാണുന്നത്. ഇത് പഴയ യുദ്ധകാലഘട്ടത്തിലൊക്കെ മതിലിടിച്ചു നിർത്താനൊക്കെ കുന്തമുന പോലെ കൊണ്ടുവന്ന ഒരു ഇടിച്ചു കയറുന്ന ആടില്ലേ, ആണാട് ഇടിച്ചു കയറത്തില്ലേ, അതേപോലെ മതിലുകള് തടസ്സങ്ങളൊക്കെ തകർക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് റാം, ബാറ്ററിംഗ് റാം എന്നാണ് പറയുന്നത്. അതാണ് നിങ്ങൾ ആ പടത്തിൽ കാണുന്നത്. അത് ചിലപ്പോൾ ഇരുമ്പ് വെച്ചുകൊണ്ടായിരിക്കും, തടി വെച്ചായിരിക്കും, ഇങ്ങനെ പലതും വെച്ചായിരിക്കും. അപ്പം ഇസ്ലാമിനെ ഒരു ബാറ്ററിംഗ് റാം ആയിട്ട് ഉപയോഗിക്കുന്നു റാഡിക്കൽ ലെഫ്റ്റ്. ഇടത് തീവ്രവാദ ആശയങ്ങളുള്ളവർ ഇസ്ലാമിനെ ഉപയോഗിച്ചുകൊണ്ട് ക്യാപിറ്റലിസത്തിനെതിരെയുള്ള തങ്ങളുടെ പോരാട്ടത്തിൽ വിജയിക്കാൻ ശ്രമിക്കുന്നു. മുതലാളിത്തം എന്നൊക്കെ അവർ പറയുന്ന, അല്ലെങ്കിൽ പാശ്ചാത്യ സമൂഹത്തെ അസ്ഥിരപ്പെടുത്താനായി ഇസ്ലാമിന്റെ പ്രഹരശേഷി ഉപയോഗിക്കുക. വളരെ സിമ്പിൾ ആണല്ലോ. ഇതാണ് ഇസ്ലാമോ ലെഫ്റ്റ് എന്നുള്ള ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതിനവരൊരു അക്സെപ്റ്റബിൾ ട്രേഡ് ഓഫ് ചെയ്യുന്നു. കാര്യം ഇസ്ലാമും ഫാർ ലെഫ്റ്റുമായിട്ട് ഒരിക്കലും യോജിച്ചു പോയില്ല. അപ്പൊ അവരൊരു കൊടുക്കൽ വാങ്ങൽ, ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നു. അതെന്താണ്? അവര് പ്രധാനമായിട്ട് ചെയ്യുന്നത് ഈ പല കാര്യങ്ങളോട് കണ്ണടയ്ക്കുക. ലൈക്ക് ഇസ്ലാമിലെ ജെൻഡർ ഇനീക്വാലിറ്റി, അതിനകത്തെ ലാക്ക് ഓഫ് പല രീതിയിലുള്ള അനീതികൾ, അശാസ്ത്രീയതകൾ, അനാചാരങ്ങൾ, സാമൂഹ്യപരമായിട്ടുള്ള ഹൈറാർക്കിക്കലായിട്ടുള്ള വീക്ഷണങ്ങൾ, ഇതിനോടെല്ലാം കണ്ണടയ്ക്കുക. നിങ്ങളുടെ ഇതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കില്ല, പക്ഷെ നിങ്ങളുടെ പവർ ഞങ്ങൾക്ക് വേണം. അല്ല, പണ്ട് അശ്വത്ഥാമാവ്
ശ്രീകൃഷ്ണനോട് സുദർശന ചക്രം ചോദിച്ചോണം, ആ ചക്രം എനിക്ക് വേണം എന്ന് പറയുന്നോണം നിങ്ങൾ സമൂഹത്തിൽ അശാന്തിയും കലഹവും പ്രതിഷേധവും പ്രൊട്ടസ്റ്റും ഉണ്ടാക്കാനായിട്ടുള്ള ഇസ്ലാമിന്റെ കഴിവ്, യൂസിങ് ഇസ്ലാം ആസ് എ ബാറ്ററിംഗ് റാം ടു ഡിസ്ട്രോയ് ക്യാപിറ്റലിസം. ഇതാണ് ഇസ്ലാമോ ലെഫ്റ്റിന്റെ അടിസ്ഥാനം. ഇതൊരു ട്രേഡ് ഓഫ് ആണ്. ഇസ്ലാമിന്റെ കുറവുകളും ഇസ്ലാമിൽ നടത്തുന്ന പ്രശ്നങ്ങളും ഈ തീവ്ര ഇടത് ക്ഷമിക്കും, അല്ലെ കണ്ടില്ലെന്ന് നടിക്കും. അതേസമയം ഇസ്ലാം എന്താണ് ചെയ്യുന്നത്? ഇസ്ലാം ഒരു വേറെ മറ്റു പല കാര്യങ്ങളിൽ കണ്ണടക്കുന്നത് എങ്ങനെയാണ്? ഇസ്ലാമിസ്റ്റ് ഫോർ their part pretend to join the left in its opposition to racism, neo-colonialism, globalization as a tactical and temporary means to achieve their true goal of imposing totalitarian theocracy of Islamic government. ഇസ്ലാമിക് ഗവൺമെന്റ് സ്ഥാപിക്കാനായിട്ടുള്ള ഒരു അടവ് നയം എന്ന നിലയിൽ ഇടതുപക്ഷത്തിന്റെ റേസിസത്തിനെതിരെയുള്ള സമരം, ഇപ്പൊ അമേരിക്കയിലൊക്കെ നമ്മൾ കറുത്തവർക്ക് അങ്ങനെയൊക്കെയുള്ള സമരം, അതുപോലെ തന്നെ നിയോ കൊളോണിയലിസത്തിനെതിരെയുള്ള സമരം, അങ്ങനെ കുറെ സമരങ്ങൾ ഇടത് സംഘടിപ്പിക്കും. ആ സമരങ്ങളുടെ ഭാഗമായി ഇസ്ലാം ചേരും. ഇപ്പൊ രണ്ടു കൂട്ടർക്കും പോത്തിന്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ വിശപ്പും മാറും എന്ന് പറയുമ്പോൾ ഇത് ട്രേഡ് ഓഫ് ആണ്. ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരുടെ അവർ കാണിക്കുന്ന അനീതികളും അക്രമങ്ങളും എല്ലാം കണ്ണടയ്ക്കും. ടെററിസ്റ്റ് എന്ന് പോലും വിളിക്കില്ല. എന്ത് ടെററിസ്റ്റ്? പോരാളികൾ എന്ന് വിളിക്കും. മറ്റൊരു കൂട്ടർ എന്താണ്? ഇവരുടെ സമരങ്ങളിൽ വൈറ്റിനെതിരെയുള്ള സമരം, അമേരിക്കക്കെതിരെയുള്ള സമരം, ക്യാപിറ്റലിസത്തിനെതിരെയുള്ള സമരം, ഇതിനകത്തെല്ലാം പങ്കുചേർന്ന് പാശ്ചാത്യ സമൂഹത്തില് അശാന്തി ഉണ്ടാക്കുക. ഇതിനെയാണ് ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു ഫ്യൂഷനെയാണ് ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പാസ്കൽ ബ്രൂക്നർ വിശേഷിപ്പിക്കുന്നത്. ഇനി ഒരാൾ കൂടെ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. നമ്മൾ പലരും പറയുന്നത് ഞാൻ ലെഫ്റ്റ് ആണ്, വലതുപക്ഷ നാസ്തികത എന്നൊക്കെ പറയാറുണ്ട് എസൻസിനെ കുറിച്ച്. എന്താണ് പറയുന്നത് എന്നുള്ളത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും മനസ്സിലാവും. എന്തോ പ്രശ്നം. വലതുപക്ഷം എന്ന് പറയുമ്പോൾ എന്തോ സംഘപരിവാറുമായി ഒക്കെ നേരിട്ടാണ്. ബാക്കിയെല്ലാം ഇവിടെ ഇടതാണ്. കോൺഗ്രസ്, ജനതാദള്, നിതീഷ് കുമാർ, സ്റ്റാലിൻ, പട്ടാളി മക്കൾ കച്ചി, CPM, CPI എല്ലാം ഇനി ഇടതാണ്. ബാക്കി അപ്പുറത്ത് ഒന്ന് രണ്ടോ കക്ഷികൾ. ഏതാ രണ്ടാമത്തെ കക്ഷി എന്ന് എനിക്കറിയില്ല. BJP ആണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോ വലതുപക്ഷ നാസ്തികത ഒരിക്കലും വലതുപക്ഷമാവില്ല, പക്ഷെ വലതുപക്ഷ നാസ്തികത അപ്പൊ ഇങ്ങനെ ഒരു ടേം ഉപയോഗിക്കാറുണ്ട്. ജസ്റ്റ് അതൊരു ഓക്സിമറോൺ ആണ്. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് എന്താണ് ഈ വലത് ഇടത്? ആക്ച്വലി ഇതൊരു സ്യൂഡോ ഡിവിഷനാണ്. ഇത് ഒരു കപടമായ ഫേക്ക് ഡിവിഷൻ. അങ്ങനെ വലത് ഇടത് എന്ന് പൂർണ്ണമായി പറയാവുന്ന ആരുമില്ല. വലതെന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ആശയങ്ങളും സെറ്റ് ഓഫ് മൂല്യങ്ങളും, ഇടതെന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് മൂല്യങ്ങളും ആണെങ്കിൽ ലോകത്തൊരു വ്യക്തിയും സമ്പൂർണ്ണമായി ലെഫ്റ്റോ റൈറ്റോ അല്ല. ഒരു പാർട്ടിയും സമ്പൂർണ്ണമായി ലെഫ്റ്റോ റൈറ്റോ അല്ല. ഒരു നേതാവും അങ്ങനെയല്ല. ലെഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന പലരിലും റൈറ്റ് ആശയങ്ങൾ ഉണ്ടാവും, റൈറ്റ് ആയിട്ട് നിൽക്കുന്ന പലരിലും ലെഫ്റ്റ് ആശയങ്ങൾ ഉണ്ടാവും. പിന്നെ എല്ലാ റൈറ്റ് ആശയങ്ങളും മോശമല്ല, എല്ലാ ലെഫ്റ്റ് ആശയങ്ങളും മോശമല്ല. ഇതൊരിക്കലും ഇല്ലാത്ത ഒരു ഡിവിഷനാണ് ഉണ്ടാക്കാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നത്. അയാൾ ഇടതാണ്, എനിക്കൊരു ഇടത് കാഴ്ചപ്പാടാന്നുള്ളത്. എന്താണ് ഇടത് കാഴ്ചപ്പാടെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ ഉപയോഗിക്കുന്നത് ടു യൂസ് ഇറ്റ് ടു സ്പിൻ എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് വ്യൂ, ഒരു പ്രത്യേക വീക്ഷണം ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ടാണ് ഈ ഒരു സംഗതി പറയുന്നത്. അവരുടെ ഒരു ആശയം ഉണ്ടാക്കി മനസ്സിൽ, അല്ലെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു ആശയത്തെ, ഒരു സംഘടനയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇങ്ങനെ ഒരു സ്പിൻ ഉണ്ടാക്കിയെടുക്കണം. അത് വലതാണ്, ഇത് ഇടതാണ് ആക്ച്വലി. ആൻഡ് നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ള അസംഷൻ ഉണ്ട്, ലെഫ്റ്റ് സപ്പോർട്ട് ഫോർ ദ വർക്കിംഗ് പീപ്പിൾ ആൻഡ് അക്യൂസിംഗ് ദ റൈറ്റ് ഓഫ് സപ്പോർട്ടിംഗ് ഇൻട്രസ്റ്റ് ഓഫ് അപ്പർ ക്ലാസ്. എപ്പോഴും ലെഫ്റ്റ് ആയിട്ടുള്ള ആളുകൾ പറയും ഞങ്ങൾ അധ്വാന വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു, നിങ്ങൾ ഉപരിവർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കും. എളുപ്പമായി. അപ്പോ നോക്കുമ്പോൾ എല്ലാം അങ്ങനെ ആയിരിക്കും. അല്ല, ഒറ്റ അടിയടിക്കാൻ. വലത് എന്ന് പറഞ്ഞാൽ ഉപരിവർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കും, മറ്റേത് വർക്കിംഗ് ക്ലാസിന്റെ താല്പര്യം. ഇതെങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട്. തിരിച്ച് വലതുപക്ഷം എന്താണ് ഇടതുപക്ഷത്തെ ആരോപിക്കുന്നത്? സപ്പോർട്ട് ഇൻഡിവിജ്വലിസം. വലതുപക്ഷത്തിന്റെ ഏറ്റവും വലിയൊരു ഇതായിട്ട് ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഇൻഡിവിജ്വലിസമാണ്. വ്യക്തിയുടെ പ്രാധാന്യം, വ്യക്തിയുടെ സ്വാതന്ത്ര്യം. പക്ഷെ അത് പക്കാ ഇടത് ആശയമാണ്. അതാണ് അതിനേക്കാൾ രസം. വ്യക്തിയുടെ പ്രാധാന്യവും വ്യക്തിയുടെ താല്പര്യവും വ്യക്തിയുടെ സ്വാതന്ത്ര്യവും ഉദ്ഘോഷിക്കുന്നത് ഇടതല്ല, വലതാണ്. ഈ ഒരു ചാർട്ട് വെച്ച് നോക്കും. ഇടത് എന്താണ് പറയുന്നത്? കളക്ടിവിസമാണ്. കളക്ടിവിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടങ്ങൾ, ഉള്ളവനും ഇല്ലാത്തവനും, ബൂർഷയെ മുഴുവൻ നശിപ്പിക്കുക, ഗുലാഗിലേക്ക് അയക്കുക, ഇല്ലാതെയാക്കുക. ഒരു മതവും മറ്റൊരു മതവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഒരു ലെഫ്റ്റ് ഐഡിയോളജിയാണ് ആക്ച്വലി. കാരണം
അവര് വർഗമാണ് പറയുന്നതെങ്കിലും രണ്ട് കൂട്ടങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഇപ്പൊ ഇതിനകത്ത് വളരെ സങ്കീർണതയാണ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്കുക, ഇപ്പോ ഫാസിസം എന്ന് പറയുന്ന മുസോളിനി, ഹിറ്റ്ലർ ഒരിടത്ത് നിൽക്കുന്നു, സ്റ്റാലിനും മാവോയും മറ്റത്ത്, റാഡിക്കൽ ലെഫ്റ്റ് റാഡിക്കൽ റൈറ്റ്, രണ്ടെണ്ണം അപ്പുറം നിൽക്കുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും ഒരുപോലെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു പവർഫുൾ ടിറാനിക്കൽ ആയിട്ടുള്ള ഒരു ടൂളാണ് രണ്ട് കാര്യം കയ്യിൽ. സ്റ്റേറ്റിന് വേണ്ടി ഹിറ്റ്ലർ എന്താണോ സ്റ്റേറ്റിന് വേണ്ടി പറയുന്നത് അത് തന്നെയാണ് സ്റ്റാലിനും പറയുന്നത്. മദർ റഷ്യ. ഇപ്പൊ ചൈനയെ കുറിച്ച്, ചൈനീസ് ദേശീയതയെ കുറിച്ച് നിങ്ങൾക്ക് ചൈനയിൽ പോയി മിണ്ടാൻ പറ്റുമോ? ഷീ ജിൻപിങ്ങിന്റെ ഒക്കെ പറയണം, ഈ ചൈനീസ് ദേശീയത വേണ്ട, നമുക്കൊരു സാർവ ലൗകികതയാണ് വേണ്ടത്, ഇന്റർനാഷണലിസം ആണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിലപ്പോവില്ല, അവിടെ വിറ്റുപോവില്ല. തായ്വാൻ എന്തുകൊണ്ട് ചൈനയുടെ കൂടെ ചേരണമെന്ന് അവർ പറയുന്നത് എല്ലാ ചൈനക്കാരും എന്നുള്ള ഒരു ആശയമാണ്. ചൈനീസ് ദേശീയത, ചൈനീസ് കൾച്ചർ. ഇത് രണ്ടും യഥാർത്ഥത്തിൽ മുസോളിനി പറയുന്നത് തന്നെയായിരിക്കും. ഹിറ്റ്ലർ പറയുന്നത് ജർമ്മൻ ആര്യൻ റേസും ജർമ്മൻ സ്റ്റേറ്റും രാജ്യത്തിന് വേണ്ടി ബലി കഴിക്കേണ്ടുന്ന മനുഷ്യരും ഒക്കെ ആയിരിക്കും. ഇത് ഈ ഫാർ ലെഫ്റ്റിലും ഫാർ റൈറ്റിലും ഉണ്ട്. രണ്ടിലും അതോറിറ്റേറിയനിസം ഉണ്ട്. അവിടെ ഒരു അതോറിറ്റി, ഇവിടെ സ്റ്റാലിൻ ഒരു അതോറിറ്റി എങ്കിൽ അവിടെ ഹിറ്റ്ലർ ഒരു അതോറിറ്റി. ആരാണ് കൂടുതൽ കൊല്ലുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമുള്ളൂ. അത് സ്റ്റാലിൻ മാവോയും ഒക്കെ കഴിഞ്ഞ് മാത്രമേ ഹിറ്റ്ലർ വരൂ എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇതൊരു സഞ്ചാരമാണ്. കുറെ പേര് നടുക്കായിരിക്കും, സെന്റർ ആയിരിക്കും. സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ലെഫ്റ്റ് റൈറ്റ് ആശയങ്ങൾ തമ്മിൽ അവർ പങ്കിടുന്നുണ്ടാവും. സോ ഒറ്റ പോയിന്റേ ഉള്ളൂ, ഇതൊരു സ്യൂഡോ ഫേക്ക് ഡിവിഷൻ ആണ്. ഡസന്റ് മീൻ എനിത്തിങ്. ഇത് പലരും ഉപയോഗിക്കുന്നത് അവരുടെ ആശയപരമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ വേറൊരുത്തന് പണി കൊടുക്കാൻ, വേറൊരു സംഘടനയ്ക്ക് പണി കൊടുക്കാൻ ഒക്കെ അവർ സ്പിൻ ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഒരു ഡിവിഷൻ ഇങ്ങനെ മാത്രം നടക്കുന്ന ആളുകളൊന്നും ഇല്ല. പക്ഷാഘാതം പിടിച്ച് നടക്കുന്ന ആളുകളൊന്നും ഇല്ല. എല്ലാവരും ഒരുമാതിരിയൊക്കെ സ്റ്റഡി ആയിട്ടാണ്. ചില സമയത്ത് അവരെടുക്കുന്നത് ഒരു ലെഫ്റ്റ് നിലപാടായിരിക്കും, ചിലപ്പോൾ റൈറ്റ് നിലപാടായിരിക്കും. ഇവിടെ ആരെങ്കിലും ഒരാൾ ലെഫ്റ്റ് അല്ലെ റൈറ്റ് എന്ന് വിളിക്കുന്നെങ്കിൽ ആക്ച്വലി അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു വിളിയാണ് എന്നുള്ളതാണ്. ഇസ്ലാമോ ലെഫ്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇസ്ലാമോ ലെഫ്റ്റില് ഒരു അടിസ്ഥാനം, ഒരിടത്ത് ഇസ്ലാം ശക്തമാണെങ്കിൽ അല്ലെങ്കിൽ ഒരിടത്ത് ലെഫ്റ്റ് ശക്തമാണെങ്കിൽ ഈ ഇസ്ലാമോ ലെഫ്റ്റ് ഉണ്ടാവില്ല. ഇസ്ലാമോ ലെഫ്റ്റ് ഉണ്ടാകുന്ന സമൂഹങ്ങൾ ബേസിക്കലി രണ്ടുപേരും അശക്തരായിട്ടുള്ള സ്ഥലങ്ങളിലായി, രണ്ടുപേർക്കും പൂർണ്ണമായ അധികാരമില്ലാത്ത സ്ഥലങ്ങളിലായി. അപ്പോൾ അവരൊരു എന്തെങ്കിലും ആ കൊള്യൂഷൻ ഉണ്ടാവും. ഇസ്ലാമാണ് ശക്തമെങ്കിൽ അവിടെ ലെഫ്റ്റ് ഉണ്ടാവില്ല. അത് സദാം ഹുസൈൻ കാണിച്ചു തന്നു, അത് ഇറാനിൽ അയത്തുള്ള ഖൊമൈനി കാണിച്ചു തന്നു, അത് ഇന്തോനേഷ്യയിൽ കാണിച്ചു തന്നു, അത് ലോകത്ത് എവിടെയും കാണിക്കുന്നു. ഇനി തിരിച്ച് ലെഫ്റ്റ് ആണ് സ്ട്രോങ് എങ്കിൽ ഇസ്ലാം ഉണ്ടാവില്ല, അല്ലെ ഇസ്ലാമിനെ അടിച്ചമർത്തിയിരിക്കും. അതാണ് നമ്മൾ ചൈനയിൽ കാണുന്നത്. ഇത് രണ്ടും കൂടെ വാഴണമെങ്കിൽ രണ്ടു കൂട്ടരും അശക്തരോ അണ്ടർ റെപ്രസെന്റഡോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ there will be ഇസ്ലാം ലെഫ്റ്റിനെ ഉപയോഗിക്കും, ലെഫ്റ്റ് ഇസ്ലാമിനെ ഉപയോഗിക്കും. പക്ഷെ ഇതൊരു അൺഹോളി അലയൻസ് ആണ്. ഇതിന് വലിയ ഇത് എന്താ പറയാ, ഒരുമിച്ച് നിൽക്കുകയാണ് ഇവർ രണ്ടു. പക്ഷെ ഇവർ യഥാർത്ഥത്തിൽ ഒപ്പോസിംഗ് ആയിട്ടുള്ള, ആന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള പവേഴ്സാണ്. കാരണം ഇവരുടെ ആശയഗതികൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ വളരെ വ്യത്യസ്തം. ധ്രുവങ്ങളുടെ ഒരു വൈരുദ്ധ്യം അവിടെ കാണാൻ കഴിയും. പക്ഷെ അവർ ഒരുമിച്ച് നിൽക്കുന്നു ബിക്കോസ് ഒരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. അതൊക്കെയാണ് നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുന്നത്. അതിന്റെ പ്രത്യേകതയാണ്. ഇതില് ഇസ്ലാം ഓഫ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യാനായിട്ട് ലെഫ്റ്റ് വിങ് എപ്പോഴും പറയുന്ന ഒരു ആശയം ഇതാണ്: അപ്രോപ്രിയേഷൻ, ഏറ്റെടുക്കൽ. നിങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കാം, നിങ്ങൾ കെടുതിയിലാണെന്ന് പ്രചരിപ്പിക്കുക, സംരക്ഷകരായി അവതരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങളുടെ ആശങ്കകൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ട്, നിങ്ങൾക്കെതിരെ ശത്രുക്കൾ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നുണ്ട്, പക്ഷെ ഞങ്ങളുണ്ട്, ഞങ്ങൾ എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. സോ ദിസ് ഈസ് ഫൊമന്റിങ്. എന്നിട്ട് അവരുടെ വിശ്വാസം നേടിയെടുക്കുക, എന്നിട്ട് അവരെ ഉപയോഗിക്കുക, കെടുതിയിലാണെന്ന് പ്രചരിപ്പിക്കുക, സംരക്ഷകരായി അവതരിപ്പിക്കുക. അപ്രോപ്രിയേഷൻ, ഏറ്റെടുക്കൽ. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സിലബസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു ഇസ്ലാം ഈസ് ലെഫ്റ്റ്, അല്ലെങ്കിൽ ഇടത് എന്നാൽ ഇസ്ലാം എന്നുള്ളതാണ് എന്റെ ടൈറ്റിൽ. ഞാനത് പ്രൂവ് ചെയ്യാൻ പോവാണ് മാത്തമാറ്റിക്കലി. ഓക്കെ, എന്താണ് ഇടത് എന്നുള്ളതിനെ കുറിച്ച് പറയാം. വേറെ ഒരു കാര്യം നോക്കുക. ഒന്ന്, ഈ വലത് എന്നുള്ള ആദ്യം എടുക്കാം. എന്താണ് വലതുപക്ഷം? യാഥാസ്ഥികം, കോൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, കൺസർവേറ്റീവ് ആയിട്ടുള്ള നയങ്ങൾ. അവര് മൊണാർക്കി 18-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് റവല്യൂഷൻ കാലഘട്ടത്തിലെ രാജാവിനെ അനുകൂലിച്ചവര് വലതുപക്ഷത്തും എതിർത്തവര് ഇടതുപക്ഷത്തും ചെന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോ
ഒരു കൂട്ടര് മൊണാർക്കി അനുകൂലിച്ചു, ഒരു കൂട്ടര് മൊണാർക്കി എതിർത്തു. മൊണാർക്കി എതിർത്തവര് റവല്യൂഷണറി ആയിട്ടുള്ള ആൾക്കാർ. അപ്പോ രാജാവ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ രാജാവിന്റെ വലതിതും ഇടത് ഇതുമാണ് അല്ലേ? ഇനി അവരെ സംബന്ധിച്ചോ നേരെ തിരിച്ചു വരും നമ്മളെ. അപ്പൊ അത്രേ ഉള്ളൂ, ഇതിന്റെ ഒരു ടെക്നിക്കൽ സാധനം ഇതേ ഉള്ളൂ. രാജാവിനെ എതിർക്കുന്നു. രാജാവ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു അധികാര കേന്ദ്രമായിട്ട് മാറണം. അതിനവർ പകരം വെച്ച എന്താണ്? ജനാധിപത്യമാണോ? അല്ല, അവരൊരു റവല്യൂഷൻ, രാജാവിനെ മാറ്റുക, ഒരു ചേഞ്ച്. ട്രഡീഷൻ അല്ല, രാജാവ് ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ വരുവാണ്. രാജാവിന്റെ മോൻ, രാജാവിന്റെ മോൻ, രാജാവിന്റെ മോൻ, രാജാവിന്റെ മകൻ. അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഭരണക്രമം. അവിടെ നിന്നാണ് ലെഫ്റ്റ് എന്ന് പറയുന്ന രാജാവിനെതിരെ ആന്റി മൊണാർക്കിക്കൽ ആയിട്ടുള്ള ഒരു ഫോഴ്സാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള ഫോഴ്സാണ് റൈറ്റ്. സോ കൺസർവേറ്റീവ് ആയിരിക്കും ഒരു വലതുപക്ഷക്കാരൻ, മൊണാർക്കിയെ അനുകൂലിക്കുന്നവനായിരിക്കും. ഇപ്പോ ഇവിടുത്തെ ഒരു വലതുപക്ഷ കക്ഷി എടുക്കുക, BJP ഒരു വലതുപക്ഷ കക്ഷിയാണ് എന്ന് പറയുന്നു, സെന്റർ റൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അവരോട് ചോദിക്കും, നിങ്ങൾ രാജാവിനെ അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് വേറെ രാജാവുണ്ട്. അവര് രാജാവിനെ അംഗീകരിക്കുന്നില്ല. പക്ഷെ അത് ഈ ക്ലാസിക്കൽ ഡെഫിനിഷൻ വെച്ച് നോക്കുമ്പോഴുള്ള പ്രശ്നമുണ്ട്. രാജാവ് എന്നില്ല, രാജാവും ചത്ത് പിന്നെ ഡാഷിലെ പുളിയും പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന്റെ തുടക്കം നിങ്ങൾ മനസ്സിലാക്കി. പിന്നെ ട്രഡീഷണൽ വാല്യൂ സിസ്റ്റത്തെ അവർ അംഗീകരിക്കും. പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. പിന്നെ പണ്ടൊരു വലിയ നല്ല കാലം ഉണ്ടായിരുന്നു, സത്യയുഗം ഉണ്ടായിരുന്നു, നല്ല മൂല്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ പിള്ളേരെല്ലാം വെറും ഇതാണ്, ആകെ പോയി കിടക്കുകയാണ്, ഗെയിമാണ്, PUBG ആണ് എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരെ കണ്ടിട്ടില്ല. അവർ ശരിക്കും കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, യാഥാസ്ഥികരായിട്ടുള്ള ആളുകളാണ്. മനസ്സിലായേ? അവര് എങ്ങനെയാണോ നമ്മുടെ പിൻഗാമികൾ ജീവിച്ചു വന്ന് അതേപോലെ ജീവിച്ചാൽ മതിയാകും, ഒരു മാറ്റവും സാമൂഹ്യ ക്രമത്തിലും മൂല്യങ്ങളിലും വേണ്ടതില്ല എന്നുള്ള വാദമാണ് ട്രഡീഷണൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള വാദം. ഈ റൈറ്റ് വിങ് എന്ന് പറയുന്നത് അതാണ്. ചേഞ്ച് ആവശ്യമില്ല. ദേ ആർ എഗെയിൻസ്റ്റ് ചേഞ്ച്, ദേ ആർ എഗെയിൻസ്റ്റ് ഇന്നോവേഷൻ ആൻഡ് അവരെന്താണ്? കണ്ടിന്യൂറ്റിയാണ് ആവശ്യപ്പെടുന്നത്. എങ്ങനെയാണോ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണോ ഇന്നലെ കൊച്ചാട്ടന്മാര് അമ്മാവന്മാരും ചെയ്തതെന്ന് നോക്കിയിട്ട് ചെയ്യുക. ഇത് ചില പറയാം, ഇതിപ്പോ വെടിവഴിപാടിന് പറയുമ്പോ വിളിച്ചു പറയുക പതിവ് എന്ന് പറയത്തില്ലേ, ആ പതിവാണ് കൺസർവേറ്റീവിസം. അല്ലെ പറയാ, കഴിഞ്ഞ ആഴ്ച വരെ വിളിച്ചു പറഞ്ഞിരുന്നു, ഇപ്പൊ നമുക്ക് വിളിച്ചു പറയണ്ട എന്ന് പറയുന്നതാണ് ലെഫ്റ്റ്. റൈറ്റ് ആണെങ്കിൽ എന്ന് പറയും, വിളിച്ചു പറയുക പതിവ്, അതുകൊണ്ട് വിളിച്ചു പറയുക. ഇതാണ് വലത് ഇടത്. പക്ഷെ ഇവിടെ എങ്ങനെ വരുന്നു എന്ന് ചോദിക്കണം. ഇതൊന്നും ഇന്നത്തെ കാലത്ത് ആർക്കും ബാധകമല്ല എന്നുള്ളത് വേറെ കാര്യം. പിന്നെന്താണ്? അവർ ഹയറാർക്കി അംഗീകരിക്കുന്നു. ശ്രേണീകൃതമായ സൊസൈറ്റി, പവർ സെന്റേഴ്സ്, തുല്യതയല്ല ഹയറാർക്കിക്കൽ. ആളുകൾ തമ്മിൽ വ്യത്യസ്തരാണ്, മുകളിൽ നിൽക്കുന്നവരും താഴെ നിൽക്കുന്നവരും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നതാണ് കൺസർവേറ്റീവ് ആയിട്ടുള്ള വാദം. Then they are proud of their heritage, അവരുടെ പൈതൃകം. ഭാരതം, ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഒരു വലതുപക്ഷ ആശയമാണ്. പൈതൃകത്തിൽ ആനന്ദം കൊള്ളുക, ഇതെല്ലാം വലതുപക്ഷ ആശയമാണ്. അതുകൊണ്ടാണ് ആർഷഭാരത സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ പല ഇടതുപക്ഷക്കാരും, സോക്കോൾ ഇടതുപക്ഷക്കാരും അതിനെ ആക്ഷേപിക്കുകയും പക്ഷേ എന്നാൽ അവർ ആ വഴി തന്നെ പോവുകയും ചെയ്തു. രണ്ടുകൂടെ നടക്കും. പിന്നെ അവോഷൻ ടു ചേഞ്ച്, എന്തെങ്കിലും ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, ഒരു മാറ്റവും വേണ്ട. മാറ്റം എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആണ് ഉണ്ണി എന്നാണ് വലതുപക്ഷ ആശയം. പിന്നെ അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ വരിക. ഇപ്പൊ ഉദാഹരണമായിട്ട് ഡ്രോൺ, ഇതിനകത്ത് ഹനുമാനെ കൊണ്ടുവന്ന് പറത്തി കാണിക്കും. വലതുപക്ഷക്കാർ പറയും, ഓ അത് ശരിയല്ല, ഒരിക്കലും ഹനുമാൻ അങ്ങനെ പറയത്തില്ല, ഡ്രോൺ അല്ലാന്നുണ്ടെങ്കിൽ QR കോഡ് ഭണ്ഡാരപ്പെട്ടിയുടെ മുന്നിൽ വെക്കുക. വലതുപക്ഷക്കാർ എതിർക്കും ആദ്യം, പിന്നെ അവർ അനുകൂലിക്കും. ഈ എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണെങ്കിൽ, ഒരു ഇന്നോവേഷൻ വരുവാണെങ്കിൽ വലതുപക്ഷം എതിർക്കും. അപ്പൊ വലതുപക്ഷ ആശയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? They stand for monarchy, traditional value system, collective morality. അത് ഭയങ്കരമാണ്. പൊതുബോധം. സ്ത്രീകൾ ഇത്ര മണി കഴിഞ്ഞ് ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന സദാചാരം നമ്മൾ പറയല്ലോ. അസമയം എന്ന് പറയുന്ന ഒരു സമയം കണ്ടുപിടിച്ചാരാണ്? ഇന്ത്യക്കാരാണ്, മലയാളികളാണ്. അശുഭം, ശുഭം എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ്. അങ്ങനെ രണ്ട് സാധനമില്ല. രാത്രിയും പകലും ഉണ്ട്, പക്ഷെ അശുഭവും ശുഭവും ഇല്ല. ദൈവവും പിശാചും ഇല്ലാത്തതുപോലെ അങ്ങനെയുള്ള ബൈനറികളില്ല. അതൊക്കെ ഡെല്യൂഷണൽ ബൈനറീസ് ആണ്. പിന്നെ അതുപോലെ എന്താണ്? കൾച്ചറൽ പൈറ്റി, സംസ്കാരം. നമ്മുടെ സംസ്കാരമാണ്, അതിൽ ഒത്തിരി കളിയില്ല. ഇന്ത്യക്കാരനൊരു സംസ്കാരമുള്ളൂ, ജർമ്മനിക്കാരനൊരു സംസ്കാരമുള്ളൂ. ആ സംസ്കാരത്തിന്റെ മടിത്തട്ടിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് കൺസർവേറ്റീവ് ആയിട്ടുള്ള അന്ന് മാത്രമല്ല. ഈ കൾച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് കൾച്ചറാ. പബ്ജിയും കൾച്ചറാ. ഇപ്പൊ പിള്ളേർ ചെയ്യുന്നത് കൾച്ചർ തന്നെയാണ്. അത് ഇങ്ങനെ ഒഴുകുന്ന ഒരു പുഴയാണ്. അല്ലാതെ പണ്ടുള്ള അത് മാത്രമല്ല കൾച്ചർ. അപ്പം ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പണ്ടുള്ള മുനിമാർ, മാമുനിമാർ മരം ചുവട്ടിൽ മനനം ചെയ്തുണ്ടാക്കിയ മഹാസത്യങ്ങൾ എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ ഇന്നത്തെ മനുഷ്യർക്ക് ഒന്നും ഇല്ലേ, ഇങ്ങനെയല്ല. അപ്പൊ ഇതൊക്കെ വലതുപക്ഷ ആറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റസ് കോ, എങ്ങനെയാണോ അങ്ങനെ ഇരുന്നാൽ മതി. മനസ്സിലായോ? നീ അങ്ങനെ കയറി വലയിരിക്കുമ്പോ വാലാടണ്ട,
എന്നൊക്കെ പറയുന്നത് വലതുപക്ഷ ആശയമാണ്. അപ്പൊ നിങ്ങൾ വലതുപക്ഷക്കാരനാണോ എന്ന് നോക്കുക. പിന്നെന്താണ്? പ്രൗഡ് ഓഫ് ഹെറിറ്റേജ്, മെയിൻ്റനൻസ് ഓഫ് സ്റ്റാറ്റസ് കോ, അവേർഷൻ ടു ചേഞ്ച്, അൺഏബിൾ ടു അക്സെപ്റ്റ് ഇന്നോവേഷൻ ആൻഡ് ഡീവിയൻസ്. വ്യതിയാനങ്ങളൊന്നും അംഗീകരിക്കില്ല. ഇങ്ങനെയുള്ളവരാണ് വലതുപക്ഷം. അപ്പോ നിങ്ങൾ ഇങ്ങനെയുള്ള ഇത്രയും ഞാൻ ഈ ആദ്യം എഴുതിയിരിക്കുന്ന അത്രയും നിങ്ങൾ കൊണ്ടുവന്ന് നോക്കുക. നമ്പർ 1 എഴുതിയിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ നിങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്? നിങ്ങൾ റൈറ്റ് ആണ്. നിങ്ങൾ റൈറ്റ്, വലതുപക്ഷക്കാർ. ഇനി രണ്ടാമത്തെ കോളത്തിൽ നോക്കുക. പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ച് പുലർത്തുമെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ ക്രിട്ടിക്കലായിട്ട് ഇസ്ലാമിനെ വിമർശിക്കാറുണ്ട്. ഇസ്ലാം ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, മത തീവ്രവാദത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അതുണ്ട് ഇതുണ്ട്, നിങ്ങൾ വിമർശിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ. മനസ്സിലായോ? നിങ്ങൾ ഈ ഒരു കൺസർവേറ്റീവ് ആണ്, ഇസ്ലാമിനെ വിമർശിക്കും. ദെൻ വാട്ട് ആർ യു നൗ? ഇപ്പൊ നിങ്ങൾ എന്തായി? നിങ്ങൾ റൈറ്റ് തന്നെ. നിങ്ങൾ ഓൾറെഡി റൈറ്റ് ആണ്, ഇനിഷ്യൽ പൊസിഷൻ റൈറ്റ് ആണ്. ഇസ്ലാമിനെ വിമർശിക്കും, യാതൊരു മാറ്റം ഉണ്ടാക്കില്ല, നിങ്ങൾ റൈറ്റ് തന്നെ. ഇനി നോക്കാം, നിങ്ങൾ ഇതെല്ലാമാണ്, കൺസർവേറ്റീവ് ആണ്, മൊണാർക്കിക്ക് വേണ്ടി നിൽക്കുന്ന ആളാണ്, ട്രഡീഷണൽ വാല്യൂ സിസ്റ്റമാണ്, കളക്റ്റീവ് മൊറാലിറ്റിയാണ്, കൾച്ചറൽ പാർട്ടിയാണ്, കയ്യിലെച്ചാരുണ്ട്, കുറിയുണ്ട്, എല്ലാം ഉണ്ട്, ഒരു മാറ്റവും അംഗീകരിക്കുന്നില്ല. വിവാഹം, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതാണ്, ചേഞ്ച് അംഗീകരിക്കുന്നില്ല. നിങ്ങൾ കണ്ടിന്യൂറ്റിയാണ്, നിങ്ങൾ കാലത്തൊട്ട് നമസ്കരിക്കുന്ന ആളാണ്, എല്ലാം ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് പുതുമയൊന്നും ഇഷ്ടമല്ല, നിങ്ങൾ പക്ക റൈറ്റ് ആണ്. രണ്ടാമത് നോക്കുക, നിങ്ങൾ ഇനിഷ്യൽ പൊസിഷൻ റൈറ്റ്. ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ടോ? ഇല്ല, ഇസ്ലാമിനെ വിമർശിക്കുന്നില്ല. ഇസ്ലാമുമായിട്ട് ഒരു വിഷയം, നല്ല ചക്കരം എന്നുള്ളത്. ഉടനെ നിങ്ങൾ ലെഫ്റ്റ് ആവാൻ തുടങ്ങും. നിങ്ങൾ തന്നെ ഞാൻ യഥാർത്ഥത്തിൽ വെറും ഒരു കച്ചറയാണ്, പക്ഷെ ഞാൻ ഇസ്ലാമിനെ കുറിച്ചൊന്നും പറയുന്നില്ല, വളരെ മൗനമായിട്ട് നിൽക്കുക. നമ്മുടെ സമൂഹങ്ങളിലൊക്കെ നിങ്ങൾ ലെഫ്റ്റ്, നിങ്ങൾ ഇടതെന്നൊക്കെ വിളിച്ചത് ഒരു ഇടത് ചിന്താഗതിയുള്ള മനുഷ്യനാണ്. ഇനി ഇടത് ചിന്താഗതി ഇല്ലെങ്കിലും നിങ്ങൾ ഇടത് എന്നുള്ള രീതിയിലായിരിക്കും പൊതുവിൽ. നിങ്ങളെ ആരും വലതുപക്ഷം എന്ന് വിളിക്കുന്നില്ല. വേണമെന്ന് പരീക്ഷിച്ചോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തോ ഒരു പോറ്റി ഉണ്ടല്ലോ, എന്തൊരു പോറ്റി, ഒരു സിനിമ പോറങ്ങി ഇടമൺ പോറ്റി ലെവലിലും ജീവിക്കാം. പക്ഷെ ഇസ്ലാം കൊടുമൺ പോറ്റി, പുതിയ പടം കാണാത്തതിന്റെ പ്രശ്നം. അപ്പൊ കൊടുമൺ പോറ്റി ലെവലിൽ നിങ്ങൾക്ക് ജീവിക്കാം, മന്ത്രവാദം ഇത് ഹോൾ സ്ക്വയർ ആയിട്ട് ജീവിക്കാം. പക്ഷെ നിങ്ങൾ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒന്നും നിശബ്ദത അല്ലെങ്കിൽ ഒരു വിമർശനം ഇല്ലെങ്കിൽ നിങ്ങൾ മിക്കവാറും ലെഫ്റ്റ് ആകുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. നിങ്ങളങ്ങ് ആയിപ്പോവും, നിങ്ങളെങ്ങ് ആക്കും ആളുകൾ. ഓക്കെ, ഇനി അടുത്തത് പ്രോഗ്രസീവ് ആയിട്ടുള്ള യഥാർത്ഥ ലെഫ്റ്റ് എന്താണ്? ദേ ആർ എഗെയിൻസ്റ്റ് മൊണാർക്കി, രാജാവിനെതിരാണ്. ദേ സ്റ്റാൻഡ് ഫോർ ഡെമോക്രസി, ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു, മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ഈക്വാലിറ്റി, തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു, ചേഞ്ച്, മാറ്റങ്ങൾ സമൂഹത്തിൽ വേണം എന്നും ഇങ്ങനെ പഴയ മാമൂലുകളിൽ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പാടില്ല എന്ന് പറയുന്നു. ലിബർട്ടി, സ്വാതന്ത്ര്യം, എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള എ സെറ്റ് ഓഫ് ലിബർട്ടീസ് നിങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾ സയന്റിഫിക് ആണ്, ശാസ്ത്രീയമാണ്, ട്രഡീഷൻ അല്ല നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ റിഫോം, എന്താണ് പറയാ, പരിഷ്കരണത്തെ അംഗീകരിക്കും. ഇതൊക്കെ മാറ്റേണ്ട സമയമായി. ഇതെന്നും ഇത് വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യം. പേടിക്കേണ്ട, മാറ്റത്തെ പേടിക്കാത്ത മനുഷ്യരാണ് നിങ്ങൾ, പരിഷ്കരണത്തെ പേടിക്കാത്ത മനുഷ്യരാണ് നിങ്ങൾ. ഇന്നോവേഷൻ, പുതുമ അംഗീകരിക്കുന്നു. നിങ്ങൾ റാഷണൽ ആണ്, യുക്തിബോധമാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ജെൻഡർ ജസ്റ്റിസ്, സ്ത്രീ പുരുഷ സമത്വം, ട്രാൻസ്ജെൻഡർ, ഇവർക്കെല്ലാം തുല്യ നീതി ഉണ്ടാവണം, തുല്യ നിയമങ്ങൾ ഉണ്ടാവണം, തുല്യ പരിഗണന ഉണ്ടാവണം, തുല്യ പ്രിവിലേജ് ഉണ്ടാവണം എന്ന് നിങ്ങൾ വാദിക്കുന്നു. ഗേ റൈറ്റ്സ് നിങ്ങൾക്കറിയാം, ഹോമോസെക്ഷൽസിന്റെ റൈറ്റ്സ്, ഗേ മാരേജ് പോലെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ അനുകൂല നിലപാടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ LGBTQ വളരെ സെൻസിറ്റീവും വളരെ അനുഭാവപൂർണമായ പിന്തുണയാണ് നിങ്ങൾ കൊടുക്കുന്നത്. യൂത്തനേഷ്യ, മരണം ഒരാൾക്ക് ഭരിക്കാനായിട്ടുള്ള ദയാപദം പോലെയുള്ള സംഗതികളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. അബോർഷൻ റൈറ്റ്സ്, സ്ത്രീക്ക് അവളുടെ അബോർഷൻ, അവളുടെ ശരീരത്തിന്മേലുള്ള അവകാശം, അബോർട്ട് ചെയ്യാനുള്ള അവകാശം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ നിരീശ്വരവാദം ആണ് നിങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നത്. നിങ്ങളൊരു മാനവികവാദിയാണ്. നമ്മൾ കുടിയേറ്റം സംബന്ധിച്ച് നിങ്ങൾ വളരെ പോസിറ്റീവ്, ലീനിയന്റ് ആയിട്ടുള്ളതാണ്. കുടിയേറ്റുന്നവർക്ക് പൗരത്വം കൊടുക്കാം, അവർക്ക് അടിച്ചോടിക്കണ്ട, അവരെ ചവിട്ടിത്തെറിപ്പിക്കണ്ട എന്നാണ് നിങ്ങൾ കരുതുന്നത്. പിന്നെ അസിമിലേഷൻ, എല്ലാവരും കലരണം, എല്ലാവരും ഇങ്ങനെ ജാതി മത വ്യത്യാസങ്ങൾ അനുസരിച്ച് ഇങ്ങനെ മാറി നിൽക്കാതെ മനുഷ്യർ ഒന്നിക്കണം, ഇങ്ങനെയൊക്കെയുള്ള സെറ്റ് ഓഫ് വാല്യൂസിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇടതാണ്. ഇടത് എത്ര വലിയ പാക്കേജ് ആണെന്ന് നോക്കൂ. ഇത്രയല്ല, ഞാൻ കുറച്ച് എഴുതിയെന്നേ ഉള്ളൂ. ഇതിങ്ങനെ 10-20 പേജുകളിൽ ഒരാൾ ഇടതും വലതും തമ്മിലുള്ള വ്യത്യാസം വെച്ച് 600 പേരുള്ള ഒരു ബുക്ക് എഴുതി. അയാളുടെ പേര് ഓർക്കുന്നില്ല. അയാൾ അവസാനം പറഞ്ഞത് ഇടതും വലതും എന്താണെന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയില്ലെന്ന്.
ഇത്രയും പേജ് എഴുതുകയാണ് കാര്യം. പക്ഷെ ഇത്രയും വാല്യൂസിനെ നമ്മൾ ഇടതെന്ന് അപ്പൊ പറയും ചുമ്മാ ആളുകൾ ഇടതെന്ന് പറയുന്നത് ഇത്രയും ഉണ്ട്. ഈ പറയുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഇനീഷ്യൽ പൊസിഷൻ ലെഫ്റ്റ് ആണ്, നിങ്ങൾ ഇടതാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ പലരും ഇതെല്ലാം അംഗീകരിക്കുന്നവരായിരിക്കും, ഞാനും ഇതെല്ലാം അംഗീകരിക്കുന്നു. എനിക്ക് ഇതിനകത്ത് ഒരെണ്ണത്തിൽ പോലും എല്ലാം ഫുൾ ടിക്ക് 100 മാർക്കും എനിക്ക് കിട്ടും. നിങ്ങളുടെ ഇനിഷ്യൽ പൊസിഷൻ എന്തുവാ? ഞാൻ അപ്പൊ ലെഫ്റ്റ് ആണ്, 100% ലെഫ്റ്റ് ആണ്. ക്രിട്ടിക്കൽ ഓഫ് ഇസ്ലാം ആണോന്ന് ചോദിക്കും. നിങ്ങൾ പറയുന്നത് ആരെങ്കിലും പറയുന്നത് ക്രിട്ടിക്കൽ ഓഫ് ഇസ്ലാം അല്ല എന്ന് പറയുന്നതായിരിക്കട്ടെ, അപ്പൊ നിങ്ങൾ ലെഫ്റ്റ് ആയിട്ട് തുടരും. ഇത്രയും ഉണ്ട്, ഫുള്ള് A+ ഉണ്ട്, ഇസ്ലാമിനെ ഒന്നും പറയുന്നില്ല, ലെഫ്റ്റ് തന്നെ, ഒരു പ്രശ്നമില്ല. ഇനി നേരെ തിരിച്ച് 4ാമത്തെ ഓപ്ഷൻ നോക്കുക, ഇത്രയും ഉണ്ട്. 2ാമത്തെ കുളം നോക്ക്, ഇസ്ലാമിനെ കുറിച്ച് ക്രിട്ടിക്കലായിട്ട് വിമർശനം ഉന്നയിക്കുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ട്, നിങ്ങൾ റൈറ്റ് ആണ്. ഒരു ഒറ്റ തുള്ളി അതിനകത്ത് വീണാൽ മതി, നിങ്ങൾ റൈറ്റ് ആയി. ഇതാണ് എന്റെ പ്രോഗ്രാമിന്റെ അടിസ്ഥാനം. ഒരു തുള്ളി സാധനം അതിനകത്ത് വീണാൽ നിങ്ങൾ പിന്നെ റൈറ്റ് ആയി. ഇത്രയും സാധനം നിങ്ങൾക്കുണ്ട്, A+ എല്ലാത്തിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ എന്താണ് ഈ ഇടതെന്ന് പറയുന്നത്? ഇടതെന്നാൽ ഇസ്ലാം. ഞാൻ എന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരെണ്ണം പറഞ്ഞു, ഇതാണ് എന്റെ മെയിൻ തിസിസ്, ഇതാണ്. ബാക്കി വരുന്ന എല്ലാം ഇതാണ്. ഓരോരോ കാര്യങ്ങൾ നോക്കുക. ഇടത്, ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, ഞാൻ ഒറ്റ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ അടുത്ത് എടുക്കുക. നിങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ അംഗീകരിക്കുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇടത് നിലപാടാണ്. ആർട്ടിസ്റ്റിന് അത് ചെയ്യാനുള്ള അവകാശമുണ്ട് നിങ്ങൾ പറയുന്നു. ഇൻഡിവിജ്വൽ ഫ്രീഡം, മകൻ PUBG കളിക്കുന്നു, കളിച്ചോട്ടെ, കളിച്ചിട്ട് അവന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് നമ്മൾ പറയാം. അല്ലാതെ നീ PUBG കളിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടപെടുന്നില്ല, അല്ലെ? നമ്മൾ ആരും വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാവുന്നവരെ കുട്ടികളെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇടപെടുന്നില്ല, നമ്മൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കുന്നില്ല. അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല, കാരണം യുവർ ഫ്രീഡം എൻഡ്സ് വേർ സംബഡീസ് നോസ് ബിഗിൻസ്. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യം, വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യം പറയുക മാത്രമല്ല, നിങ്ങളത് വാക്ക് ദ ടോക്ക്, നിങ്ങളത് പാലിക്കുന്ന ആളാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ നമുക്ക് കയറി പണിയാൻ പറ്റില്ല, അവനോട് കയറി അതെന്താണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാൻ പറ്റില്ല. ചോദിക്കാനകത്ത് കാര്യം, എങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്കൊരു ബോസ് ആവാൻ പറ്റില്ല. ഓർഗനൈസേഷനിൽ ബോസ് ഉണ്ട്, അതുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ നടക്കും. പക്ഷെ സോഷ്യൽ ലൈഫിൽ അത് പാടില്ല. ഒപ്പോസ് ട്രൈബലിസം, ഗോത്രീയത, അതിനെ നിങ്ങൾ എതിർക്കുകയാണ്. ഗോത്രീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇന്ന ജാതിക്ക്, ഇന്ന മതം, ഇന്ന പ്രദേശം, ഇന്ന ഭാഷ, അപ്പൊ നമുക്ക് വേണ്ടി പൊരുതണം, അല്ലെ? നമ്മുടെ ഒരാളാണ് അവിടെ പോയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബോധമുണ്ടല്ലോ, ഒരു മനുഷ്യനെ പഴയ ഒരു പ്രാകൃതമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അതിനെ നിങ്ങൾ എതിർക്കുന്നു. അതുപോലെ തന്നെ കളക്ടിവിസത്തെ നിങ്ങൾ എതിർക്കുന്നു. കളക്ടിവിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തിന്റെ ഒരു സാധനമാണ് കളക്ടിവിസം. എന്നുവെച്ചാൽ വ്യക്തിക്ക് പ്രാധാന്യമില്ല, കൂട്ടം, ഒരു കെട്ട് പാക്ക്, അതിലൊരു പാക്ക്, ഏത് പാക്ക്, ഏതോ പാക്ക്. അങ്ങനല്ല, നമ്മൾ പറയുന്നത് എന്താണ്? ആ പാക്ക്, A1 പാക്ക്, ആ പാക്ക് വ്യത്യസ്തമാണ്, ആ പാക്കിന് നോബൽ സമ്മാനം. അതാണ് എല്ലാ പാക്ക് എന്നുള്ള രീതിയിൽ മനുഷ്യനെ പാക്ക് പോലെയോ ചക്ക പോലെയോ അല്ല നമ്മൾ കാണേണ്ടത്. എല്ലാവരും തുല്യരാണ്, അവകാശാധികാരങ്ങൾ തുല്യരാണ്, പക്ഷെ മനുഷ്യർ വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും എവരിബഡി ഈസ് യുണീക്ക് എന്നുള്ളത്. അത് എന്ത് കാര്യത്തിലാണെന്ന് അറിയില്ല. ചിലപ്പോൾ കൂടുതൽ ആഹാരം കഴിക്കുന്നില്ലായിരിക്കും, ചിലപ്പോൾ കൂടുതൽ ആഹാരം ഉണ്ടാക്കുന്നില്ലായിരിക്കും, ചിലപ്പോൾ PUBG കളിക്കുന്നില്ലായിരിക്കും, ചിലപ്പം അത്ലറ്റിക്സിലായിരിക്കും, വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. നമ്മൾ യുണീക്കാണ്. അപ്പോ ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് അല്ലേ? ലെഫ്റ്റ് ആണ്. നിങ്ങൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് വേണ്ടി നിലകൊള്ളുന്നു, ഇൻഡിവിജ്വൽ ഫ്രീഡം, ട്രൈബലിസത്തിനെതിരാണ്, കളക്ടിവിസത്തിനെതിരാണ്. നിങ്ങൾ ലെഫ്റ്റ് അല്ലേ? നിങ്ങൾ ലെഫ്റ്റ് ആണ്, ഒറിജിനൽ പൊസിഷൻ ലെഫ്റ്റ് ആണ്. നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കും? ഇല്ല, എന്നാൽ ലെഫ്റ്റ് തന്നെയാണ്, നോ പ്രോബ്ലം, ഒരു പ്രശ്നവുമില്ല, ലെഫ്റ്റ് തന്നെ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് വേണ്ടി നിലകൊള്ളുന്ന ആളല്ലേ? നിങ്ങൾ ലെഫ്റ്റ്, ഇടതുപക്ഷ കയറിയിരിക്കും സാർ. അവിടെ ഒരു ചോദ്യമുണ്ട്, ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിമർശനം, ഒരു പ്രശ്നം, ഈ ലെഫ്റ്റ് തന്നെ. ഇനി തിരിച്ചു നോക്കുക, ഇതെല്ലാം ഉണ്ട്, ഫുൾ A+ ഉണ്ട്, പക്ഷെ ഇസ്ലാമിനെ വിമർശിക്കും. അപ്പൊ എന്ത് വരും? നിങ്ങൾ മെല്ലെ റൈറ്റായി, മെല്ലെ അല്ല, അപ്പൊ തന്നെ റൈറ്റായി. ഇവിടെ ഉദാഹരണം നോക്കുക, സൽമാൻ റുഷ്ദിക്കെതിരെയുള്ള ആക്രമണം. ഇവിടുത്തെ നമ്മുടെ സംസ്ഥാനത്തെ, ജില്ലയിലെ ലെഫ്റ്റ്, സംസ്ഥാനത്തെ ലെഫ്റ്റ്, രാജ്യത്തെ ലെഫ്റ്റ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, പുറത്ത് എങ്ങനെയാ കാണുന്നത്? ഇച്ചിരി പിടുത്തം ഉണ്ടാവും. ചിലരൊക്കെ ഒന്ന് പറഞ്ഞു തന്നിരിക്കും. മതത്തിന്റെ ഇരയാണ് സൽമാൻ റുഷ്ദി. ഇതിന് ഒരു കണ്ണിന്റെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു. എത്ര പേര് ആർജവത്തോടെ വിമർശിക്കും? അവിടെ ഒരു പിടുത്തം ഉണ്ടാവും, പരിങ്ങലുണ്ടാവും, പലരും കണ്ടില്ലെന്നടിക്കും. അതേസമയം ഇതേപോലെ ഒരു ഇരയാണ് തസ്ലിമ നസ്രീന് വേണ്ടി ഇവിടെ പശ്ചിമബംഗാളിൽ നിന്നൊക്കെ ആട്ടി ഓടിക്കായിരുന്നു. ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് ഇരുന്ന സമയത്ത്
സോക്കോൾഡ് ഇടതുപക്ഷം, ഗവൺമെന്റിനും അങ്ങനെ ഒരു പേരുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ കൂടെ നിന്നുകൊണ്ട് ഊർജ്ജസ്വലമായി വാദിക്കേണ്ടതല്ലേ? വാദിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നിങ്ങൾ ഇസ്ലാമിനെ പിണക്കുന്നു, ഇസ്ലാമിന്റെ ഗുഡ് ബുക്കിൽ നിന്ന് പുറത്താവുന്നു, അപ്പൊ നിങ്ങൾ ലെഫ്റ്റ് അല്ലാതായി മാറുന്നു. അതുകൊണ്ടാണ് ആളുകൾ പിടിക്കുന്നത്. ഷാലി ഹബ്ദോയുടെ കാർട്ടൂണിനെയൊക്കെ പ്രകാശ് കാരാട്ട് പോലും എന്തിനാ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെ കുറിച്ച് പടം വരച്ച് പടമാവാൻ പോകുന്നത്? ചോദിച്ച കാര്യമാണ്. വേറെയൊക്കെയാണ് കുഴപ്പമില്ല. ഹുസൈന്റെ കാര്യത്തിൽ പ്രശ്നമില്ല. ഹുസൈൻ സരസ്വതിയുടെ ചിത്രം വരച്ചു, വേറെ ആരാണ്ട് ചിത്രം വരച്ചു, അതിനകത്ത് നഗ്നതയുണ്ട്. എന്താ കുഴപ്പം? അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, നോ പ്രോബ്ലം. ഞങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യം വേണ്ടി നിലകൊള്ളുന്നവരാണ്, ഇടതാണ് ഞങ്ങൾ. ഇപ്പൊ അതുപോലെ രണ്ടൊരു പടം വന്നു, പത്താൻ എന്ന് പറഞ്ഞൊരു പടം. പത്താൻ സാമ്പത്തികം വിജയിച്ച പടമാണ്. അതിനെതിരെ സംഘപരിവാറിന്റെ ആണെന്ന് തോന്നുന്നു കുറെ ഹാൻഡിൽസ് ഒക്കെ കുറെ വിമർശനങ്ങളൊക്കെ നടത്തി. അതിനെതിരെ ഇവിടെ ഭയങ്കര ഭീഷണിയായിരുന്നു. എന്താണ് ഇവന്മാര് വിജയിക്കുന്നത്, നമുക്ക് കയറി കാണാം ഈ പടം, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഹാൻഡിലുകളെല്ലാം ബഹളമായിരുന്നു. പടം വിജയിച്ചു, ഓക്കെ റൈറ്റ്, നല്ല കാര്യം. അത് കഴിഞ്ഞ് വേറൊരു പടം വന്ന് ഈശോ എന്ന് പറഞ്ഞൊരു പടം വന്നു. ഈശോ എന്ന് പറയുന്ന പടം ഈ പറയുന്ന ഈ ക്രിട്ടിക്കൽ ഏരിയയിൽ വരുന്ന പടമല്ല. ആ പടം ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രൈസ്തവരെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞ കുറെ ആളുകൾ ബഹളമൊക്കെ ഉണ്ടാക്കി. അത് ഞങ്ങൾ പടം കയറത്തില്ല. പക്ഷെ അതിനെതിരെയായിരുന്നു ആള്, മനസ്സിലായത്? ഈ കാരണം വെച്ചാൽ അതിന്റെ സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും എല്ലാം തന്നെ അവർ ഐഡന്റിറ്റി ഒക്കെ നോക്കിയിട്ട് അതിനെതിരെയാണ്. വേറെ ചില പടങ്ങൾ വന്നത്, ഏത് പടങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. ആ പടങ്ങൾ വന്നപ്പോ ആ പടത്തിനെതിരെയായി. ഇവിടെ എല്ലാം പ്ലേ ചെയ്യുന്ന ക്രിട്ടിക്കൽ സാധനം എന്താണ്? ഇസ്ലാമാണ്. നോക്കിയാൽ മതി എന്താണ് അതിനെ വേർതിരിക്കുന്നത്. ഇടതിൽ നിന്ന് വലതിനെ വേർതിരിക്കുന്നത് ഇസ്ലാമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലായാലും ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന്റെ കാര്യത്തിലായാലും ട്രൈബലിസത്തെ എല്ലാത്തിന്റെയും കാര്യത്തിൽ വേർതിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാം സെപ്പറേറ്റ്സ്, പാലിൽ നിന്ന് വെള്ളത്തെ മാറ്റി നിൽക്കുന്ന സാധനം. ഇനി നോക്കാം ഇടതുപക്ഷ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ ജെൻഡർ ഈക്വാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു, സ്ത്രീ പുരുഷ സമത്വം സപ്പോർട്ട് ചെയ്യുന്നു. ഇടതാണോ? ഇടതാണ്. നിങ്ങൾ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു, ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഇടതാണ്. ഇപ്പൊ ഇടതാണ്. പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്സ് ഓഫ് വിമൻ, സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം വേണം, ഏകീകൃത സിവിൽ കോഡ് നമ്മൾ അംഗീകരിക്കുന്നു. നമ്മൾ ഇടതാണോ? നമ്മൾ ഇടതാണ്. പ്രശ്നം വരുന്നത് ഇനിയാണ്. എഡ്യൂക്കേഷൻ ഓഫ് വിമന് കൂടുതൽ വിദ്യാഭ്യാസം, വിവാഹപ്രായം കൂട്ടുന്നതിനെ നമ്മൾ അനുകൂലിക്കുന്നു. അവരെ സ്വന്തം നിലയിൽ നിൽക്കാനും അവരുടെ വ്യക്തിത്വ വികാസത്തിനും ജനസംഖ്യാ നിയന്ത്രണത്തിനൊക്കെ നല്ലതാണ് ഈ വിവാഹപ്രായം കൂട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ അനുകൂലിക്കുന്നു. അതൊരു പുരോഗമന നിലപാടാണ്, പ്രോഗ്രസീവ് നിലപാടാണ്. ഇൻഫോംഡ് കൺസെന്റ്, ഇങ്ങനെയുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളെയും പ്രൊട്ടക്ഷൻ ലോസ്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഇതൊക്കെ ഒരുപാട് ഓവറായില്ലെങ്കിൽ നമ്മളെല്ലാം നമ്മൾ അംഗീകരിക്കുന്ന കൂട്ടത്തിൽ, ഇതിനുവേണ്ടി നിലകൊള്ളുന്ന കൂട്ടത്തിൽ. അപ്പൊ നമ്മൾ ഇടതാണ് എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി ആഹാ ഇതെല്ലാം കിട്ടി, എല്ലാം പാസ്സായി, ഇടത് എന്ന് പറയാം. അപ്പോഴും ഈ ചോദ്യം വരുന്നു, നിങ്ങൾ ഇടത് തന്നെയാണ്, ആർ യു ക്രിട്ടിക്കൽ ഓഫ് ഇസ്ലാം? നോ, ഒരു പ്രശ്നവുമില്ല. എന്നാ ഓക്കെ റൈറ്റ്, ഒരു ചെക്കുണ്ട്, ഇതെല്ലാം ഉണ്ട്, ഫുൾ A+. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ചാണോ വിമർശിക്കുന്നത്? അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഉണ്ട്. ചില കാര്യം അവർ ശരിയല്ലല്ലോ, അത് ചോദ്യം ചെയ്യണ്ടേ? എന്നാ നിങ്ങൾ റൈറ്റാണ്, റൈറ്റായി ചെയ്തു നോക്കിയാൽ മതി. ഇത് അംശം നിങ്ങൾ ചിരിക്കുന്നു, നിങ്ങളത് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഏകീകൃത സിവിൽ കോഡ് എന്താ പ്രശ്നം? ഇടത് നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെൻഡർ ഈക്വാലിറ്റി ആണ്. പക്ഷെ ഇവിടുത്തെ ഇടത്, സോക്കോൾഡ് ഇടത് സംസ്ഥാനത്തും ജില്ലയിലും രാജ്യത്തുള്ള ഇടത് അതിന് അനുകൂലമല്ല. അതിന്റെ കാരണം എന്താണ്? ഇസ്ലാം എന്ന റാവത്തിന് നോക്കുന്നു. ഇസ്ലാം നോക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങ് മാറി. സ്ത്രീകളുടെ വിവാഹപ്രായം കൂട്ടുന്നു, അത് നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ റാവുത്തർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങളത് മാറ്റി. റാവുത്തറാണ് പ്രശ്നം അതിനകത്ത്. റാവുത്തർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിയറ്റ്നാം കോളനിയിലെ റാവുത്തറാണേ. വേറെ എല്ലാവരും വല്ലാതെ കണക്ട് ചെയ്യാതെ ആള് ചോദിക്കും, ഇത് ഏത് റാവുത്തർ ഇല്ലേ, മറ്റേ റാവുത്തർ അല്ലേ എന്നൊക്കെ ചോദിക്കും. അല്ല, വിയറ്റ്നാം കോളനിലെ റാവുത്തർ, ആ ഒരു നോട്ടം അല്ലെ. മോഹൻലാല് ഓട്ടോയ്ക്കകത്ത് പൈസ കൊടുക്കുമ്പോ ഓട്ടോക്കാരൻ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ നേരം. കുറെ കഴിയുമ്പോ ഓട്ടോക്കാരൻ വളരെ മര്യാദക്കാരനായിട്ട് തർക്കമൊക്കെ നിർത്തുന്നു. എന്നിട്ട് മോഹൻലാൽ ഭയങ്കര ആവേശം കയറി പറയാം, എന്താ അത്രയും പറഞ്ഞിട്ട് ശരിയായില്ലോ എന്നൊക്കെ പറഞ്ഞു. കുറെ റാവുത്തർ നിൽക്കുന്നു, റാവുത്തറെ കണ്ടാണ് എവനങ്ങ് അടങ്ങിയത്, മനസ്സിലായില്ലേ? അന്ന് പറഞ്ഞോണം, റാവുത്തർ ഇതിനകത്തുള്ളത് കൊണ്ട് യൂണിഫോം സിവിൽ കോഡിന് ഞങ്ങൾ എതിരാണ്. വിവാഹപ്രായം കൂട്ടുന്നത്
അത് നല്ല കാര്യമൊക്കെയാണ്, പക്ഷെ പോഷകാംശങ്ങൾ കൂടുതൽ കിട്ടാൻ നല്ലതല്ലേ? അതുകൊണ്ട് അതിന്റെ കാരണം എന്താ? ഈ പോഷകാംശത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയാൻ കാര്യം അല്ല, അത് റാവുത്തർ അത് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ നോക്കുക, ഞങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമത്തെ എതിർക്കും. ബസ്സിന്നൊക്കെ പിടിച്ചിറക്കിയിട്ട് അടിക്കും ഞങ്ങൾ ഭയങ്കര പ്രശ്നമാണ്. സ്ത്രീകൾക്ക് വേണ്ടി മരിച്ച് പുനർജനിച്ച് വീണ്ടും മരിച്ച് അങ്ങനെ ഒരു വിഭാഗമല്ല. അപ്പോൾ സാർ, ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നത്, സ്ത്രീകൾ അവിടെ നിന്ന് പലായനം ചെയ്യുന്നു, അവരെ ചാക്ക് കെട്ടുകൾ പോലെ കൈകാര്യം ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അവരെല്ലാം ഓടിപ്പോകുന്നു. എത്ര ഭീകരമായ അവസ്ഥയാണിത്. ഭീകരമായ അവസ്ഥയൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ മുതലാളിത്ത വെസ്റ്റുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് താത്വികമായിട്ട് നമുക്ക് അതിനെതിരെ ഇപ്പൊ ശബ്ദിക്കാൻ സാധിക്കില്ല. മനസ്സിലായി? താലിബാൻ വിസ്മയമാണ് എന്ന് പറയാം. വിസ്മയമാണ്. വളരെ നല്ലത്. ഒരു റിലീജിയസ് റൂൾ വരെയാണ്. സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുകയാണ്, രണ്ടാംകിട പൗരന്മാരാവുകയാണ്, മത ജീവിതം അവർക്ക് വിധിക്കുകയാണ്, ആട് ജീവിതം നയിക്കുന്ന സ്ത്രീകളാണ് അവിടെ. പക്ഷേ അതിനെക്കുറിച്ച് ഇവിടെയുള്ള പത്രത്താളുകൾ കത്തിയെരിയുന്നില്ല. ഇറാനിൽ സ്ത്രീകൾക്ക് ജീവിതം നഷ്ടപ്പെടുന്നു, അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു, തെരുവിൽ കിടന്ന് മരിക്കുന്നു. കുറെ എണ്ണം ജയിൽ അറയ്ക്കുള്ളിലാണ്. അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയ ഒരു സ്ത്രീ വരെ ജയിലറയ്ക്കുള്ളിലാണ് ഇപ്പോൾ. ഹിജാബിന്റെ അവരുപേക്ഷിക്കുന്ന ഒരു വസ്ത്രം അവരെ കൊണ്ട് ധരിപ്പിക്കുകയാണ്. നമ്മളെ ജില്ലയിലെയും സംസ്ഥാനത്തെയും രാജ്യത്തെയും സോക്കോൾ ഇടത് മേലങ്കി അണിഞ്ഞ് നിൽക്കുന്ന ആളുകള്, ഇടത് മേലങ്കിയും ചുണ്ടിലൊരു പൈപ്പും, തിലകന്റെ ആ ഇത് നോക്കിയാൽ മതി, ഒന്ന് സങ്കല്പിച്ച് നോക്കേ. ആ ഒരു ഗൗണും, ഇടത് ഗൗണും ഒരു പൈപ്പും, ഇതാണ് ഇടത് ഇവിടുത്തെ. ഇവരാരെങ്കിലും മിണ്ടാറുണ്ടോ ഇതിനെ കുറിച്ച്? ഇറാനിലെ അത് ശരിയല്ല. പിന്നെ സാർ ഒരു പോസ്റ്റ് ഇടണം, അത് ഇടാം, വരട്ടെ. കാരണം അവന്റെ ചീട്ട് വെട്ടും. ഇറാൻ ഒരു ഷിയ രാജ്യം ആണെങ്കിൽ പോലും ഇസ്ലാമിലെ ഒരു സ്ത്രീ വിവേചനത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇടതെന്ന് പറയുന്ന സംഗതിയുടെ ആ സാധനം കിട്ടണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല. അത് യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യത്തിൽ ഇതാണ്, എല്ലാത്തിന്റെ കാര്യത്തിൽ ഇതാണ്. ഈ ഒരു സംഗതി നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇതാണ്. നിങ്ങൾ ബാക്കിയെല്ലാം ശരിയാണ്, പക്ഷെ ഇസ്ലാം വരുന്നിടത്ത് നിങ്ങൾ വണ്ടി സൈഡിലോട്ട്. അതാണ് ഇവിടെ. ഇനി വേറെ നോക്കുക, ഇടത് ആറ്റിറ്റ്യൂഡാണ്. ഒപ്പോസ് ഇൻട്രഡക്ഷൻ ഓഫ് റിലീജിയൻ ടു സെക്യുലർ സ്പേസ്. പൊതു ഇടങ്ങളിലേക്ക് മതം കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നു. നിങ്ങൾ ഇടതായതുകൊണ്ട് എതിർക്കുന്നു. സപ്പോർട്ട് വിമൻ എഡ്യൂക്കേഷൻ, മോഡേണിസം, ആധുനികതയെ നിങ്ങൾ അംഗീകരിക്കുന്നു പല രീതിയിലുള്ള. ജെൻഡർ ന്യൂട്രാലിറ്റി അതൊരു പുതിയ ആശയമാണ്, ഒരു തീവ്ര ഇടത് ആശയമാണ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, ആണും പെണ്ണും ഒരേ യൂണിഫോം എന്ന്. അവർക്ക് വേണമെങ്കിൽ ധരിച്ചോട്ടെ, കുഴപ്പമില്ല, ഞാൻ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ആളാണ്. പക്ഷെ അവർക്ക് ജെൻഡറിന്റെ എല്ലാ വ്യത്യസ്തതകളും മാറ്റുന്ന രീതിയിൽ യൂണിഫോം ധരിച്ചുകൊണ്ട് വരണം എന്ന് പറയുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കൈകടത്തലാണ്. ഈവൻ അത് മതസ്വാതന്ത്ര്യം ആണെങ്കിൽ പോലും. നമ്മൾ പറയുന്ന ആശയം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം ഉണ്ടല്ലോ, അതിന് ഒരുപാട് ഡീപ് ലേയേഴ്സ് ഉള്ള ആശയമാണ്. അത് ചുമ്മാ എടുത്തിട്ട് ചമ്മാളിക്കാൻ പറ്റിയൊരു കാര്യമല്ല. നിങ്ങളൊരു കാര്യം പറയാം, എന്താണ് സ്വാതന്ത്ര്യം? മറ്റുള്ളവരെ ഒരു സ്വാതന്ത്ര്യം, അവരെ ഓപ്ഷൻസ് അംഗീകരിക്കുകയാണെന്ന്, മറ്റുള്ളവരുടെ ജീവിത പദ്ധതികൾക്ക് വേണ്ടിയുള്ള ഒരു കരുതലാണ് നമ്മുടെ ഈ സ്വാതന്ത്ര്യത്തോടുള്ള അഭിനിവേശം. അതേഴ്സ് ലൈഫ് പ്രോജക്ട്, അതിനോടുള്ള ഒരു റിവിയറൻസ്, ഒരു റെസ്പെക്ട് ആണ്. അവിടെ നോക്കൂ, യൂണിഫോമിറ്റി, അബോർഷൻ റൈറ്റ്സ്, ഇതെല്ലാം അംഗീകരിക്കുന്ന ആളാണ്. നിങ്ങൾ ലെഫ്റ്റ് അടിച്ചു കിട്ടി വീട്ടിൽ കൊണ്ടുപോവാണ്. അപ്പൊ ഒരു ഒറ്റ ചോദ്യം പോകുന്നതിന് മുമ്പ്, ഇസ്ലാമിനെ ക്രിട്ടിക്കലാണോ? ഇല്ല, ഒരു പ്രശ്നം, ഞാൻ അങ്ങനെ എടുക്കത്തില്ല. എന്നാ പോയിക്കോ, നീ വീട്ടിൽ പോയിക്കോ, നീ ലെഫ്റ്റ് തന്നെ. രണ്ടാമത് വീണ്ടും ഒരുത്തം വരുന്നത്, ഇവനെല്ലാം ഈ സാധനം ഉണ്ട്, ഫുൾ A+ അങ്ങോട്ട് കൊടുക്കുക. ഇതിനകത്ത് നിങ്ങളുടെ നിലപാടൊക്കെ കൊള്ളാം, പക്ഷെ അതിന് ഇസ്ലാമിന് എന്തെങ്കിലും ഒരു എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നുണ്ടോ? പറഞ്ഞുകൊണ്ട് ജെൻഡർ പല കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട്, ഞാൻ അതിനെ കുറിച്ച് പറയാം. എന്നാ പോയിക്കോ, നിങ്ങൾ റൈറ്റ്. നോ വേ യു ക്യാൻ ബി ലെഫ്റ്റ്. ബിക്കോസ് വൺ കാർഡിനൽ എലിമെന്റ്, യുവർ പൊസിഷൻ ഈസ് ടേൺഡ് അപ്സൈഡ് ഡൗൺ. നേരെ തിരിച്ചാവും. ഇപ്പൊ ജെൻഡർ യൂണിഫോം ഇവിടെ ഇടത് പക്ഷം എന്ന് പറയുന്ന ടീമുകൾ ഇവിടെ കൊണ്ടുവരുന്നു. ഭയങ്കര പുരോഗമനമാണ്, ഇതാണ് കൊണ്ടിങ്ങനെ കൊണ്ടുവരുന്നു. പെട്ടെന്ന് അലാറം അടിക്കുക, അല്ലെ? നോ ബോളിൽ അടിച്ചിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ, ഇപ്പോൾ IPL ഒക്കെ കാണുന്നവർക്കറിയാം, നിങ്ങൾ അടിച്ചിട്ട് ഇങ്ങോട്ട് പോയി ഇങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ ആ കുറെ കഴിയുമ്പോൾ അടിക്കത്തില്ലേ? അപ്പൊ നിങ്ങൾക്ക് വീണ്ടും വന്ന് എക്സ്ട്രാ ബോള്, IPL ഒക്കെ അറിയുന്നത്. അതേപോലെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, എല്ലാവരും കൈ അടിച്ചിങ്ങോട്ട് പോകുമ്പോ പെട്ടെന്ന് റാവത്തർക്ക് ഇഷ്ടമല്ല. എന്നാ വേണ്ട, അല്ല ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഇവിടെ വന്നേനെ. ഒറ്റ കാര്യമാണ്,
വേറെ ആർക്കും അത് തടയാൻ കഴിയില്ല. അതുപോലെ തന്നെ എന്താ പറയാ, ഹിജാബ്, മതവസ്ത്രങ്ങൾ പബ്ലിക് സ്പേസിലൊക്കെ കൊണ്ടുവരുന്നതിന് എതിരാണ്. മതം കൂടുതലോ ഇതിനെതിരെ എല്ലാത്തിനും അവരെതിരാണ്. പക്ഷെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഹിജാബിന് വേണ്ടി വാദിക്കും. വേറെ ഒരു മതത്തിനും അങ്ങനെ ഒരു സ്വന്തമായിട്ടുള്ള ഈ സാധനം കൊണ്ടുവരുന്നതിന് അങ്ങനെ ഒരു സമരത്തിന് ആരും പോവില്ല. ബട്ട് when it comes to Islam, they change. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിലെ ഇന്ത്യയിൽ മാത്രമല്ല, നിങ്ങൾ പുറത്തു നോക്കിയാലും വെസ്റ്റേൺ വേൾഡിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഇസ്ലാമോ ലെഫ്റ്റ്, ഞാൻ ആദ്യം പറഞ്ഞു, ഇസ്ലാമിന്റെ പ്രഹരശേഷി ഉപയോഗിച്ചുകൊണ്ട് റാഡിക്കൽ ലെഫ്റ്റ് പാശ്ചാത്യ സമൂഹങ്ങളെയും പാശ്ചാത്യ മൂല്യങ്ങളെയും മോഡേണിസത്തെയും സയൻസിനെയും ഒക്കെ അട്ടിമറിക്കാനുള്ള ശ്രമം. ഇതേപോലെ മാരേജ് ആക്ട് ഇവിടെ വന്നു. എല്ലാവരും സാധനം എടാണ് നിങ്ങൾ സാധനം ചെയ്യണമെന്നില്ല, കൈയടിച്ച് കൈ തേർന്ന് കുഴഞ്ഞു വീഴുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യണം, അടിക്കുന്നില്ല. വരെന്താണ്, പോഷകാംശം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എന്താണ്, റാവുത്തർക്ക് ഇഷ്ടമല്ല. അപ്പൊ ചില പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ മോശമായിട്ട് ബാധിക്കുന്ന ഹിന്ദു സ്ത്രീകളെയാണ്. അതൊക്കെ ആയിരിക്കും, പക്ഷെ എന്നാലും ഹിന്ദു സ്ത്രീകളെയാണെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളാം. പക്ഷെ അത് റാവുത്തർ ചെയ്യാം. ഇനി വേറെ നോക്കുക, റെഫ്യൂജികളുടെ കാര്യം വളരെ രസകരമായ കാര്യം. നിങ്ങൾ ഈ അഭയാർത്ഥികളോടുള്ള നിങ്ങളുടെ നിലപാടെന്താ? ചിലപ്പോൾ അവർ മതപീഡനം കൊണ്ടായിരിക്കും, ദാരിദ്ര്യം കൊണ്ടായിരിക്കും, തൊഴിൽ തേടിയായിരിക്കും ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് നിങ്ങൾ പോകണം. നമ്മുടെ മുൻഗാമികൾ ഇത് ചെയ്തിട്ടുണ്ടല്ലോ. അവർ ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങി നടന്നിട്ടുണ്ടല്ലോ. അവർക്ക് അതിർത്തികൾ ഉണ്ടായിരുന്നില്ലല്ലോ. അവർ പല സ്ഥലങ്ങളിൽ എത്തിയല്ലോ. ജീനുകൾ ഇങ്ങനെ വിതറിയല്ലോ. അങ്ങനെയൊക്കെയല്ലേ നമ്മളുണ്ടായത്. നമ്മുടെ മെയ്ഡ് നിങ്ങളുടെ ചേസിസ് നമ്പർ അടിച്ചു നോക്കാന്നുണ്ടെങ്കിൽ ആഫ്രിക്കയാണ് വരുന്നത്. AF എന്നാണ് ആദ്യം വരിക. ആസ്ട്രലോപിതെക് സഫാറൻസിസ് തൊട്ട് ഇങ്ങോട്ട് ഉള്ള സാധനം കിടപ്പുണ്ട്, നോക്കിയാൽ മതി. അപ്പോ ഈ റെഫ്യൂജി എന്ന് പറയുന്ന സാധനം ആധുനിക നാഗരികതയിൽ നമ്മൾ വളരെ ലീനിയന്റ് ആയിട്ടുള്ള, അവരെ അക്സെപ്റ്റ് ചെയ്യണം. ചിലപ്പോൾ മത വേട്ടയാടിയായിരിക്കും അവർ വരുന്നത്. റെഫ്യൂജികളെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്, അവർക്ക് അനുകൂലമായ നിയമം കൊണ്ടുവരണം എന്നുള്ളതാണ്, അല്ലേ? അതുപോലെ തന്നെ എത്തനിക് ക്ലെൻസിങ്, വംശ ശുദ്ധീകരണം, വംശനാശം, ആളുകളെ കൊല്ലുന്നു, ജനോസൈഡ് നടത്തുന്നു, അതിനൊക്കെ എതിരാണ് നമ്മൾ. കാരണം നമ്മൾ ഇടതാണ്. ഇടതിന്റെ 3-4 സബ്ജക്റ്റുകളാണ്. മൈഗ്രേഷൻ, ഒരു വലതെന്താ പറയാ, ദേശീയത, ഇവിടെ മറ്റുള്ളവർ വന്ന് കലരരുത്, പുറത്തുനിന്ന് ആള് വരരുത് എന്നൊക്കെ പറയുന്നതാണ് വലത് നിലപാട്. ഈവൻ മറ്റു സംസ്ഥാനത്തിൽ നിന്ന് ആള് വരുന്ന പോലെ നമുക്ക് ഇഷ്ടമല്ല. വരത്തൻ എന്നുള്ള വിളി വലതാണ്. ഇടതനാണ് എന്ത് വിളിക്കും, വരുത്തൻ എന്ന് വിളിക്കും. അത്രയും വ്യത്യാസമേ ഉള്ളൂ. ഞാൻ തമാശയായിട്ട് പറഞ്ഞു, ഈ വരത്തൻ എന്നുള്ള വിളി വലതാണ്. കാരണം വെച്ചാൽ നീ ഇവിടെ വേണ്ട, നീ പുറത്തുള്ളവനാണ്. ആന്റി മൈഗ്രേഷൻ ആണ് നമ്മുടെ നിലപാട്. റെഫ്യൂജി ഒരുത്തം വരികയാണ്, 2 ദിവസം നിന്നിട്ട് പോയിക്കോ. പക്ഷെ ഇടതാണ്, കട്ട ഇടതാണെ പറയും, നീ ഇവിടെ നിൽക്കടാ, നീ എന്റെ അനിയനാണ്, എന്റെ സഹോദരനാണ്, നിന്നെ തേടി ഞാൻ ഇത്രയും നാൾ കാത്തിരിക്കുകയായിരുന്നു, നമുക്ക് കണ്ടുമുട്ടി അനിയാ ചേട്ടൻ. ഇതാണ് ശരിക്കും ഒരു ഇടത് നിലപാട്. അപ്പൊ നമ്മൾ ഇതിനകത്തൊക്കെ ഏതാണ്ട് ഇടതാണ് ബേസിക്കലി. നടക്കോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ യുവർ ലെഫ്റ്റ്, യുവർ ഇനീഷ്യൽ പൊസിഷൻ ഈസ് ലെഫ്റ്റ്. പക്ഷേ ഈ നിങ്ങളുടെ റെഫ്യൂജി നിലപാടില്, നിങ്ങളുടെ മൈഗ്രേഷൻ നിലപാട്, നിങ്ങളുടെ ജനോസൈഡ് നിലപാടില് ഇസ്ലാമിന് എന്തെങ്കിലും പരിക്ക് പറ്റുന്നുണ്ടോ? ഒരു പരിക്കും വരുന്നില്ല. എന്നാ നിങ്ങൾ ലെഫ്റ്റ് തന്നെ, നിങ്ങളുടെ സംഗതി ടിക്ക് അടിച്ച് എന്ന് ചെക്ക് ചെയ്ത് ക്ലിയറൻസ്. പക്ഷേ എന്ത് ചെയ്യാ, നേരെ തിരിച്ച് നിങ്ങളിതെല്ലാം ആണ്, പക്ഷെ ഇസ്ലാമിന് പരിക്ക് പറ്റുന്ന രീതിയിലാണ് നിങ്ങളുടെ റെഫ്യൂജിയുടെ നിലപാടൊക്കെ. നിങ്ങൾ സോഫായിട്ട് റൈറ്റാണ്. ഒറ്റ ഒരു പോയിന്റോടെ എല്ലാം മാറുന്നത്. അതുപോലെ തന്നെയാണ് ഇത് മൈനോറിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്നു. മൈനോറിറ്റിക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞൊരു ഇടത് നിലപാടാണ്. ഭൂരിപക്ഷ ഭീകരതയിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കുക. ജനാധിപത്യത്തിൽ പോലും അത് വേണമെന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ മൈനോറിറ്റി എന്ന് പറയുന്നത് വ്യക്തിയാണ്. വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് ഏറ്റവും വലിയ ഇടത് നിലപാട്. അപ്പൊ നമ്മൾ കട്ട ഇടതാണ്, കട്ട ഇടതാണ്. കൂട്ടത്തിനേക്കാൾ വലിയ ഇതാണ് വ്യക്തിയുടെ, അവനാണ് ഏറ്റവും വലിയ ഭീകരമായ മൈനോറിറ്റിയാണ്, ദ സിംഗിൾ പേഴ്സൺ. പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്നു, ഇല്ലാത്തവന് വേണ്ടി നിലകൊള്ളുന്നു. ഇതൊക്കെ ഇടത് നിലപാടായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ CAA ബില്ല് ഇവിടെ വരും. അവിടെ എന്താ നടക്കുന്നത്? റെഫ്യൂജികളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ബില്ലാണ്. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കാലാവധി കുറയ്ക്കാനായിട്ടുള്ള ബില്ലാണ്. ആ ബില്ല് എന്താണ് അതിനകത്തൊരു പ്രശ്നമായിട്ട് നമ്മൾ കണ്ടത്? നമ്മളുടെ ഇടത് നിലപാട് കാരണം നമ്മൾ കണ്ടത് അത് ഒരു സെക്യുലർ കൺട്രിയിൽ മതം മാനദണ്ഡമാക്കി പൗരത്വം കൊണ്ടുവന്നുകൊണ്ട് മുസ്ലിം ഫിൽറ്ററിനെ നമ്മൾ എതിർക്കുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? മുസ്ലിം ഫിൽറ്റർ ഒഴിവാക്കി അത് നടപ്പിലാക്കണമെന്നാണ് ഏറ്റവും മാന്യമായ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? നടപ്പിലാക്കില്ല,
അറബിക്കടലിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, അന്റാർട്ടിക് ഓഷനിൽ എന്നൊക്കെയാണ്. കാരണം എന്താണ്? അത് വേറൊരുത്തോട്ടാണ് ഇവർ ഇതൊക്കെ പോകുന്നതെല്ലാം വേറൊരുത്തോട്ടാണ് റേഡിയേറ്റ് ചെയ്ത്. വേറെ ചില സ്ഥലങ്ങളിലാണ് ഇത് കൊള്ളുന്നത്. ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. ആകെ പറയാൻ ഒറ്റ കാര്യമുള്ളൂ, അതിനകത്ത് മുസ്ലിം ഫിൽറ്റർ എടുത്ത് കളയുക എന്ന് പറഞ്ഞ് സുപ്രീം കോടതി പോയി കഴിഞ്ഞാൽ അത് എടുത്ത് കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതല്ല ചെയ്യുന്നത്. ഈ റെഫ്യൂജിയുടെ കാര്യത്തിലൊക്കെ വരുമ്പോൾ, അതുപോലെ തന്നെ റെഫ്യൂജികൾ, പാലസ്തീൻ റെഫ്യൂജികൾ സൗദി അറേബ്യയിലോ ജോർഡനിലോ ഈജിപ്തിലോ ഇവരെ സ്വീകരിക്കുന്നില്ല. ഈജിപ്തില് സിനായ് പെനിൻസുലയില് ഇത്രയും പാലസ്തീനികൾ ഒരാളെ കയറ്റുന്നില്ല. അവർ അണ്ടർഗ്രൗണ്ട് ടണലുകളെല്ലാം ഈ മാലിന്യങ്ങളും ഒക്കെ ചേർത്ത് നിറച്ചിരിക്കുകയാണ്. ബോംബ് വെച്ച് തകർത്തിരിക്കുകയാണ് മൊത്തം. അങ്ങോട്ട് ചെല്ലാനേ പാടില്ല. ഒരാളങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കും. പാലസ്തീനികളാണ്. പക്ഷെ പാലസ്തീനികൾക്ക് വേണ്ടി കരച്ചിൽ 24/7. ഒരാളെ പോലും എടുക്കില്ല. മൂന്നാമത്തെ തലമുറയ്ക്ക് പോലും പൗരത്വം കൊടുക്കില്ല. മൂന്നാമത്തെ തലമുറയ്ക്ക് പോലും പൗരത്വം കൊടുക്കില്ല. ആദ്യത്തെ അവിടെ വന്നു, അവർക്ക് മക്കളുണ്ടായി, അതിലും മക്കളുണ്ടായി. എന്നാലും പാലസ്തീനികളാണെങ്കിൽ ഈജിപ്തിൽ ഈ അടുത്തിടെ 2016 മാറ്റിയിരുന്നു. അതുവരെ എന്തായാലും കൊടുക്കില്ല. ഇതാണ് റെഫ്യൂജികളോടുള്ള സമീപനം. അതേസമയം ഇവിടെ നിന്ന് സിറിയൻ അഭയാർത്ഥികള് ജർമ്മനിയിലോ നെതർലൻഡ്സിലോ അമേരിക്കയിലോ ഒക്കെ പോയി അവർക്ക് എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തെരുവിലേക്ക് പ്രതിഷേധമായിട്ട് ഇറങ്ങും. നിങ്ങൾ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്? 10 ലക്ഷം പേരെ എടുത്തു ജർമ്മനി. 10 ലക്ഷം എടുത്തു. പിന്നെ എന്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കിക്കൂടാ? എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ ഇന്നാളൊരു പ്രശ്നം വന്നല്ലോ, ഭയങ്കര അന്വേഷണമാണ്. പക്ഷെ ഈ രാജ്യങ്ങളിൽ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിലൊന്നും പൗരത്വമില്ല. ഇപ്പൊ സൗദി പോയി പൗരത്വം നേടാൻ പറ്റും? പൗരത്വം ഇല്ല. അവിടെ രാജ്യങ്ങൾ പൗരത്വം കൊടുക്കാറില്ല. ഇപ്പോഴെങ്ങാണ്ടാണ് ഏതോ വിസയോ ഏതൊക്കെ ഗോൾഡൻ വിസയോ ഒക്കെ കൊടുക്കുന്നതല്ലാതെ പൗരത്വം ഇല്ല. പുറത്ത് നാളെ എടുക്കുന്നില്ല. ഇത് വെരി സൈലന്റ് അബൌട്ട് ഇറ്റ്. പക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളിലും ആധുനിക ജനാധിപത്യമുള്ള രാജ്യങ്ങളിലും പൗരത്വം കൊടുക്കണം, അവിടെ അഭയാർത്ഥികളെ എടുക്കണം, അവിടെ മൈഗ്രേഷൻ അനുവദിക്കണം എന്നുള്ളതാണ് ഇടത് നിലപാട്. പക്ഷെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നിശബ്ദമാകുന്നു, മിണ്ടുന്നില്ല. അതാണ് പറഞ്ഞത്. ആദ്യം ഞാൻ പറഞ്ഞ ബാറ്ററിംഗ് റാം കണ്ണടയ്ക്കുന്നു, ട്രേഡ് ഓഫ് എന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു ആശയം ഇതാണ്. ഇതൊന്നും അവിടെ രാജാവാണ്, രാജാധിപത്യമാണ്, മതാധിപത്യമാണ് ഇറാനിൽ. ഇറാനിൽ മതാധിപത്യം. പക്ഷെ അമേരിക്കൻ മുതലാളിത്തമാണ് അവിടെ ബോംബുകൾ ചെറിയുന്നത്. അല്ല, അവിടെ സ്ത്രീകളെല്ലാം ജയിലിലാണ്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ അമേരിക്കയുടെ ആയുധ നിർമ്മാണ ശാലകൾക്ക് കൂടുതൽ വിറ്റഴിവ് അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനായിട്ടാണ് അവിടെ യുദ്ധം നടന്നത്. അല്ല, അതിങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം ബ്ലൈൻഡാണ്. സോ ബിക്കോസ് ഓഫ് ഇസ്ലാം യു ചേഞ്ച് വൺ ഫാക്ടർ, സിംഗിൾ ഫാക്ടർ. അതുപോലെ തന്നെ ഇപ്പൊ ഡെൻമാർക്കിൽ നിങ്ങൾ നോക്കുക. ഈ അടുത്തിടെ ഡെൻമാർക്ക് വാണ്ട്സ് സിറിയൻ റെഫ്യൂജീസ് ടു ഗോ ഹോം. അവര് എല്ലാ സഹായം കൊടുത്തു, പൈസയും കൊടുത്തു, ഒക്കെ ചെയ്തു. ഇത്രയും നാൾ നിങ്ങൾ ഇനി സിറിയയിലേക്ക് തിരിച്ചു പോകും എന്ന് ഡെൻമാർക്ക് പറഞ്ഞത് അത് വലിയ പ്രശ്നമായി. അതെന്ത് പരിപാടിയാണ്? പറഞ്ഞ ശരിയാണ്, അത് ഒരു ഇടനിലപാടാണ് ഞാൻ അംഗീകരിച്ചത്. ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞൊരു ഇടനിലപാടാണ്. പക്ഷെ ഇത് മറ്റുള്ളിടത്ത് കാണുന്നില്ല. ഇത് കാണുന്നില്ല. ഈജിപ്തുകാരനൊക്കെ ചെന്ന് പറയും, നിങ്ങൾ എന്താണ് ഈ പാലസ്തീൻകാരെ എടുക്കാത്തത്? സൽമാൻ രാജകുമാരൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ പാലസ്തീൻകാരെ കുറെ പേരെ എടുക്കാത്തത്? ജോർഡാൻ, നിങ്ങൾ കുറെ കൂടെ എടുക്കാമല്ലോ പാലസ്തീൻ. ഇസ്രായേലിന്റെ എത്രയോ ഇരട്ടി വലിയൊരു രാജ്യമാണ് നിങ്ങൾക്ക് 1-2 മില്യൺ ആളുകളെ എടുക്കാനാണോ പ്രയാസം? അതുപോലെ തന്നെ ഈ എത്തനിക് ക്ലെൻസിങ്ങിനെതിരാണ്, എല്ലാ എത്തനിക് ക്ലെൻസിങ്ങിനെതിരാണ്. പക്ഷെ വാട്ട് അബൌട്ട് കാശ്മീരി പണ്ഡിറ്റ്സ്? ഒരു രാജ്യത്ത് തന്നെ അഗതികളായിട്ട് അല്ലെങ്കിൽ റെഫ്യൂജികളായിട്ട് ജീവിക്കേണ്ടി വരുന്നതാണ് കാശ്മീർ പണ്ഡിറ്റ്. അതൊരു സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ വിഷയമല്ല. We don't want to talk about that. Because ഇസ്ലാമിന് പരിക്കുപറ്റും. ഇസ്ലാമാണ് മറുവശത്ത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും മിണ്ടാൻ പറ്റും. ഇപ്പൊ ഇസ്ലാം മറുവശത്ത് വരുന്ന ഒരു കാര്യത്തിലും അഭിപ്രായം പറയാൻ കഴിയില്ല, ഒരു നിലപാട് എടുക്കാൻ കഴിയില്ല. നിലപാട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ റൈറ്റ് ആയി. ഇത് നോർവേ ചെയ്ത സഹായത്തോടു കൂടി ആണ് ഈ UN അഭയാർത്ഥികൾ. 5 years Syrian conflict was spawned 4.8 million refugees in neighboring countries, hundreds of thousands in Europe, and 6.6 million people displaced inside Syria. Norwegian government contributed Norwegian kroner 12.8 million. That means $1.6 million support UNHCR കൊടുത്താണ്. ഇങ്ങനെ പല പല സപ്പോർട്ടുകൾ അവർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കുറെ നേരം നോക്കി, നിങ്ങൾ അന്ന് തീ പിടിച്ചു വരികയായിരുന്നു, വെന്ത വസ്ത്രങ്ങളായിരുന്നു, ഞങ്ങൾ കുടിക്കാൻ വെള്ളം തന്നു, കഴിക്കാൻ ആഹാരം തന്നു, വസ്ത്രങ്ങൾ തന്നു, താമസ സൗകര്യം തന്നു, ഞങ്ങൾ പൈസ തന്നു. നിങ്ങൾ why don't you contemplate
റിട്ടേൺ, എന്തുകൊണ്ട് തിരിച്ചു പോകുന്നതിനെ കുറിച്ചൊന്ന് ആലോചിച്ചുകൂടാ എന്ന് ചോദിച്ചു. ഓ, അവരെക്കാട്ടി പ്രശ്നം. ഇനി ഇടതെന്ന് പറഞ്ഞ ഒപ്രഷനെതിരായിട്ടുള്ള നിലപാടാണ്, ആക്രമണത്തിനെതിരായിട്ടുള്ള നിലപാടാണ്, ബലപ്രയോഗത്തിനെതിരായിട്ടുള്ള നിലപാടാണ്, റിലീജിയസ് എക്സ്ട്രീമിസത്തിനെതിരെയുള്ള നിലപാടാണ്. ഇതാണ്. അപ്പോ നിങ്ങൾ ഇതെല്ലാം ചെയ്താൽ നിങ്ങൾ ഇടതാണ്. റിലീജിയസ് തീവ്രവാദത്തിനെതിരെ, സംഘപരിവാർ തീവ്രവാദത്തിനെതിരെ, മ്യാൻമാറിലെ ബുദ്ധ തീവ്രവാദത്തിനെതിരെ, പിന്നെ ഇവിടുത്തെ ക്രിസ്ത്യൻ തീവ്രവാദം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ, എല്ലാത്തിനെതിരെ ശക്തമായ നിലപാടാണോ? ആണ് സർ. ഇടത് അടിച്ചു വിട്ട് സർട്ടിഫിക്കറ്റ് A+. പിന്നെ ഒരു കാര്യം, ഒരു ചെക്ക് പോയിന്റ്, ഇതിനകത്തുള്ള ഈ ഇസ്ലാമിക തീവ്രവാദത്തെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കും? ഇല്ല, ഒരു പ്രശ്നം. ഐ ഹാവ് നോ കൺ ആൻഡ് മൂക്ക് അബൌട്ട് ഇസ്ലാമിക് തീവ്രവാദം. ഇന്നാ ലെഫ്റ്റ് ആണ്. പക്ഷെ ഇതെല്ലാം ഉണ്ട്. നിങ്ങൾ ഇസ്ലാമിക് ഹമാസിനെ തീവ്രവാദി സംഘടന എന്ന് വിളിക്കാറുണ്ടോ? അത് തീവ്രവാദി സംഘടനയല്ലേ? എന്നാ നീ റൈറ്റ് തന്നെ. തരൂരൊക്കെ കിടന്ന് ആണയിട്ടോണ്ടിരിക്കുക. തരൂര് വളരെ ബന്ധപ്പെട്ട് മലയാളത്തിൽ അതൊരു തീവ്രവാദി സംഘടനയാണ് എന്ന് പറഞ്ഞു പോയി. പിന്നെ അദ്ദേഹത്തിന് ഒന്നും ഓർമ്മയില്ല. ഇപ്പൊ ഇലക്ഷനിലും അദ്ദേഹത്തിനെതിരെ അവിടെ പലയിടത്തും ചെന്ന് പല നേതാക്കളും പറഞ്ഞു, ഈ ഹമാസിനെ തീവ്രവാദി സംഘടന എന്ന് വിളിച്ച മനുഷ്യനാണ് നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ വരുന്നത് എന്ന് വെച്ചാൽ ഹമാസ് തീവ്രവാദി സംഘടന അല്ലേ? ആയിരിക്കാം, പക്ഷെ നമ്മളങ്ങനെ പറയല്ലോ. പോരാളികളാണ്, മൊത്തം പോരാളികളാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുക, നരേന്ദ്ര ദബോൾക്കർ, ഗോവിന്ദ് പൻസാരെ, കൽബുർഗി, ലങ്കേഷ് അല്ലെ, ഗൗരി ലങ്കേഷ്, ഈ 4 പേരുടെയും മരണം നമ്മളെല്ലാ വേദികളിലും ഇങ്ങനെ പറയാറുണ്ട്, പൊതുയോഗങ്ങൾ നടത്താറുണ്ട്, പ്രതിഷേധങ്ങൾ നടത്താറുണ്ട്. ഇപ്പോഴും പറയാറുണ്ട്, സംഘപരിവാറിന്റെ തീവ്രവും അവരുടെ കാവാലികന്മാരുടെ കൊലക്കത്തിക്ക് തരുന്ന യുക്തിവാദികൾ എന്നൊക്കെയാണ് അവരെ വിശേഷിപ്പിക്കുന്നത്. എനിക്കറിയില്ല അവർ യുക്തിവാദികളാണോ. പലരും പലതാണ്. ഒരാളൊരു CPI രാഷ്ട്രീയക്കാരനാണ്, ഒരാള് അന്ധവിശ്വാസങ്ങൾക്കെതിരെ, ദബോൽക്കറിനെ അറിയാം. പിന്നെ മറ്റു 2 പേരും SDPI യോഗത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളായിട്ടാണ് ഈ ഗൗരി ലങ്കേഷിനെ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ മറ്റേതൊരു സാഹിത്യകാരനാണ്. എല്ലാവരും യുക്തിവാദികളാണ്. യുക്തിവാദികളെല്ലാം സംഘപരിവാറാണ് കൊന്നത്, ഒരു പ്രശ്നമില്ല, എല്ലാവരും സമ്മതിച്ചു, പ്രതിഷേധം, ഓക്കെ, റൈറ്റ്, നല്ല കാര്യം. നിങ്ങൾ അപ്പുറത്ത് കാണിച്ചിരിക്കുന്ന മനുഷ്യനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ വേറെ എവിടെയെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഇത് ആരാ എന്താന്നില്ല ഒരുമാതിരി ഹരിശ്രീ അശോകൻ ചോദിക്കണോ ചോദിക്കേണ്ടി വരും. മനസ്സിലാവില്ല. ഇത് H. ഫറൂഖ് എന്ന് പറയുന്ന കോയമ്പത്തൂരിൽ കൊല്ലപ്പെട്ട മനുഷ്യനാണ്. എത്തീസ്റ്റ് ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ തലയർത്ത് കൊല്ലപ്പെട്ട, ആദ്യം അടിച്ചു മർദ്ദിച്ചു കൊന്നു, രാത്രി വിളിച്ചെറിഞ്ഞ് ചതിയിലൂടെ തക്കിയ വഴി ഇറക്കിക്കൊണ്ട് പോയിട്ട് കൊന്ന മനുഷ്യനാണ്. എത്ര പേര്, ആർക്കറിയാം ഇദ്ദേഹത്തെ കുറിച്ച്? കോയമ്പത്തൂർ തൊട്ടടുത്താണ്. ബാക്കിയുള്ളവരെല്ലാം ഇതിനൊക്കെ ഒരുപാട് അകലെയാണ്. കാരണം ഇസ്ലാമിസ്റ്റുകളാണ് കൊലപ്പെടുത്തിയത്, ഇസ്ലാമിക തീവ്രവാദം. ബംഗ്ലാദേശില് 45-ലധികം ആളുകൾ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എത്തീസ്റ്റുകള്, മതനിഷേധികൾ തച്ചു കൊന്നിട്ടുണ്ട്. അമേരിക്കയിൽ പോയവനെ അമേരിക്കയിൽ നിന്ന് വിളിച്ചു വരുത്തി കൊന്നിട്ടുണ്ട്. കോടതി മുറി കയറി വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഇത്രയധികം ആളുകളെ കൊലപ്പെടുത്തി. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ എത്തീസ്റ്റുകളൊക്കെ ബംഗ്ലാദേശിൽ കൊല്ലപ്പെടുന്നതായിട്ട്? അതിനിവിടെ വാർത്താ പ്രാധാന്യമില്ല, വാർത്താ മൂല്യമില്ല, ഇവിടെ സംസാരിക്കുന്നില്ല, ചർച്ചയില്ല. റിലീജിയസ് എക്സ്ട്രീമിസം ഒക്കെ ആയിരിക്കാം, വയലൻസ് ആയിരിക്കും, പക്ഷെ ബിക്കോസ് ഇസ്ലാം ഡസന്റ് ലൈക്ക് ഇറ്റ്. സോ നമ്മളെല്ലാം ലെഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് സംസാരിക്കാൻ പറ്റിയ ആളാണ് ദബോൽക്കർ, പൻസാരെ, കൽബുർഗി, ഗൗരി ലങ്കേഷ്. അത് വേണേ എത്ര വേണേലും പറഞ്ഞു. ലിംബോസിറ്റ് എഴുതണം, 50 പ്രാവശ്യം എഴുതിയെങ്കിൽ ഒരു 100 പ്രാവശ്യം എഴുതിക്കും. നല്ല കാര്യമാണ്, ഞാൻ അതിനെ ഒബ്ജക്ട് ചെയ്യുന്നില്ല. പക്ഷെ അത് മാത്രമേ ഉള്ളൂ അവകാശം. ഇനി ഇവരെല്ലാം യുദ്ധവിരുദ്ധരാണ്. ഇടതുപക്ഷക്കാരെ കവികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ യുദ്ധം എത്ര വലിയ അനർത്ഥം, യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ കുറെ, എല്ലാം ശരിയാ, കറക്റ്റാണ്. എനിക്കൊരു വിഷയമല്ല, ഞാൻ വളരെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. പക്ഷേ ഈ യുദ്ധം, എല്ലാ യുദ്ധവും യുദ്ധം അല്ല അവർക്ക്, അതാണ് പ്രശ്നം. ഇപ്പൊ ഇൻവേഷൻ എന്ന് പറയുന്ന സാധനം, റഷ്യയില് ഇപ്പൊ യുക്രൈനെ 2014 ക്രൈമിയ കീഴടക്കി. റഷ്യ നോക്കിയപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, അമേരിക്ക ഒന്നും വരുന്നില്ല, പാശ്ചാത്യ രാജ്യങ്ങളൊന്നും വരുന്നില്ല. അവർ കുറെ സാങ്ഷൻസ്, നിനക്ക് പോക്കറ്റ് മണി തരത്തില്ല, കുറെ കമ്പനികൾക്ക് സാങ്ഷൻസ് മാത്രമേ ഉള്ളൂ. റഷ്യ പറഞ്ഞു പിന്നെ സാങ്ഷൻസ് എന്നാ വലിയ പ്രശ്നം, എമാരൊന്നും അനങ്ങുന്നില്ല. 2014 ക്രൈമിയ കീഴടക്കി, പാശ്ചാത്യ അമേരിക്ക ഒന്നും. അപ്പൊ എല്ലാവരും പറയുന്നത് അമേരിക്ക എന്തുകൊണ്ട് ചെയ്യുന്നില്ല, ബ്രിട്ടൻ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, ഇതായിരുന്നു ചോദ്യം. 2022 ഫെബ്രുവരിയിൽ ഫുൾ സ്കെയിൽ ഇൻവേഷൻ 4 പ്രവിശ്യകൾ പിടിച്ചെടുത്തു. സപ്രേഷ്യ, കേഴ്സൺ ആൻഡ് ഡോൺബാസ്, ലുഹാൻസ്, ഡൊണിയസ്ക്, കർക്കീവിൽ വരെ ചെന്നു. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളിലും ഒരു പ്രതിരോധ
ായിട്ടുള്ള ആയുധങ്ങൾ കൊടുത്തു. അന്നേരം പറഞ്ഞു ഇതുകൊണ്ടോ ഇത് അമേരിക്കയിലെ ആയുധ കമ്പനികൾക്ക് നിലനിൽക്കാൻ വേണ്ടിയാണ് ഈ യുദ്ധം ഉണ്ടാക്കിയത്. അമേരിക്ക സഹായിക്കുന്നു. ഇവിടെ 2014 നിങ്ങൾ എന്താ പറഞ്ഞേ? അമേരിക്ക സഹായിച്ചില്ല. അതെന്താ അങ്ങനെ പറഞ്ഞ? അന്ന് സഹായിച്ചില്ല. ഇന്ന് നിങ്ങൾ എന്താ പറയുന്നത്? അമേരിക്ക സഹായിക്കുന്നു, നേറ്റോ സഹായിക്കുന്നു. അതെന്താ അങ്ങനെ പറയുന്നത്? അവർ സഹായിക്കുന്നു. ഇത് രണ്ടും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. പിന്നെ എന്ത് വേണം? യുക്രൈൻ ഒരു പരമാധികാര രാജ്യമല്ലേ? ആണ്. അതിനകത്ത് ഇങ്ങനെ വേറൊരു രാജ്യം കയറി ഇൻവേഷൻ നടത്തുന്നത് ശരിയാണോ? ശരിയല്ല. എന്നാലും റഷ്യ നമ്മളുടെ പഴയ സുഹൃത്താണ്. പിന്നെ അതുപോലെ തന്നെ റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റിൽ ഗോർബച്ചേവ് ഉണ്ടായിരുന്നു, സ്റ്റാലിൻ ഉണ്ടായിരുന്നു, ക്രൂഷ്ചേവ് ഉണ്ടായിരുന്നു. കമ്മ്യൂണിസത്തിന്റെ മണം ഉണ്ടായിരുന്നു. ചുമ്മാ ആളുകൾ എപ്പോഴും വിചാരിക്കും വ്ളാഡിമിർ പുടിനൊക്കെ കമ്മ്യൂണിസം എന്ന് കേട്ട് കഴിഞ്ഞാൽ 2 ദിവസം വൈറലായി അവിടെ കിടക്കുന്ന ടീമാണ്. എന്നാൽ പോലും സോവിയറ്റ് യൂണിയൻ. നോക്കൂ, ഇതൊരു ഇൻവേഷൻ അല്ല. ഇവിടെ ഞാൻ പറഞ്ഞ ഇടതുപക്ഷം മാത്രമല്ല, ഇവിടുത്തെ റൈറ്റ് വിങ് എന്ന് പറയാവുന്ന സംഘപരിവാറും റഷ്യയുടെ കട്ട ഫാൻസ് ആണ്. ഇവരതൊരു ഇൻവേഷനായിട്ട് അംഗീകരിക്കുന്നില്ല. ഇത് ഇൻവേഷനായിട്ട് അംഗീകരിക്കുകയും മനുഷ്യർക്കെതിരെയുള്ള കൊലവിളിയായിട്ട്, ഒരു രാജ്യത്തിനെതിരെയുള്ള കൊലവിളിയായിട്ട് അംഗീകരിക്കുന്നതാണ് ഇടത് നിലപാട്. ഇവർ 2 കൂട്ടരും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ യുക്രൈൻ യുദ്ധത്തെ കുറിച്ചൊക്കെ ലൈവ് നടത്തും. 2 കൂട്ടരെയും പിന്തുണയില്ല. 2 കൂട്ടരും പറയും എന്താണ് നിങ്ങൾ ഈ അമേരിക്കയെതിരെ, അതാണ് രസം. ഇത് അമേരിക്ക ഇതിനകത്തല്ല, എന്തും എതിർവശത്ത് അമേരിക്ക ആണെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ. ഇപ്പൊ റഷ്യ യൂറോപ്പിലെ മുഴുവൻ രാജ്യങ്ങളെയും പിടിച്ചടക്കി അവിടെയുള്ള മനുഷ്യരെല്ലാം കൊല്ല ചെയ്തെന്നിരിക്കട്ടെ, അമേരിക്ക അതിനെ അപലപിച്ചു എന്നിരിക്കട്ടെ. ഇവിടെ പത്രത്തില് അടുത്ത വാർത്ത, ഈ അമേരിക്കൻ കാപാലികത്തിനെതിരെ റഷ്യൻ പടയാളികൾ നടത്തുക. ഇത്രേ ഉള്ളൂ. എന്ത് അമേരിക്ക ചെയ്യുന്നു അതിനെതിരെ, അല്ലാതെ മനുഷ്യന് വേണ്ടിയോ ഇൻവേഷനെതിരെയോ യുദ്ധത്തിനെതിരെയോ ഇതൊന്നുമല്ല. പക്ഷെ സ്റ്റിൽ ദേ ക്ലെയിം ടു ബി. അതുപോലെ തന്നെ നെതന്യാഹു ഇസ്രായേൽ ആക്രമിക്കുന്നു. ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഒരു ചരിത്രം പറയും. ചരിത്രപരമായിട്ട് നിങ്ങൾ എന്താണ്, ഇന്നലെ ഒക്ടോബർ 7-നല്ല ആക്രമണം ഉണ്ടായത്, അന്ന് തുടങ്ങിയതല്ല. അപ്പൊ പിന്നെ എന്താണ് അത്? കുറച്ചുകൂടെ പുറകോട്ട് പോകണം. പുറകോട്ട് പോകാം. എത്ര വരെ പുറകോട്ട് പോകണം? അതൊരു 10-200 വർഷം. അതിന് കുറച്ചുകൂടെ പുറകോട്ട് പോയാലോ? അത് വേണ്ട. അവിടം വരെ പോയാൽ മതി. ഇവിടെ ഇങ്ങനെ പുറകോട്ട് പോകുമ്പോൾ അവിടെ ക്ലെയിം പിന്നെ വീണ്ടും ജൂതനാണ്. ഇങ്ങനെ പുറകോട്ട് ചരിത്രം കുഴിച്ചെടുക്കുക രീതി എന്ന് പറയുന്നത് തന്നെ വലദോഷ രീതിയാണ്. അങ്ങനെയാണ് ഈ അമ്പലങ്ങളുടെ അടിയിൽ പള്ളിക്കടിയിൽ വിഗ്രഹങ്ങൾ കണ്ടെത്തുന്ന രീതിയാണത്. നിങ്ങൾ ഇന്നത്തെ അവസ്ഥ പറയൂ. ഇന്നത്തെ അവസ്ഥ എന്തായിരുന്നു? ഒക്ടോബർ 7-ന് ഇസ്രായേൽക്കാർ കിടന്ന് ഉറങ്ങുകയാണ്. രാവിലെ വന്ന് ഈ ഹമാസ് ടെററിസ്റ്റുകൾ, ഫ്രീഡം റേപ്പിസ്റ്റുകൾ, ഫ്രീഡം എന്താണ് അവരുടെ പേര്, കുറെ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്, ഫ്രീഡം ബുച്ചേഴ്സ്. അവർ വന്ന് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യരെ രാവിലെ എഴുന്നേറ്റ് കിടക്കയിൽ നിന്ന് തന്നെയാണ് കത്തിക്കരിച്ചും തലവെട്ടി വെടിവെച്ചും കൊല്ലുകയാണ്. 1400 പേരുടെ മരണം. ഒരു രാജ്യത്തേക്ക് ഒന്ന് ചെയ്യും. ആ രാജ്യം പിന്നെ എന്ത് ചെയ്യണം? ഇന്ത്യയാണ് എന്ത് ചെയ്യും? പോട്ടെ, റഷ്യയാണ് എന്ത് ചെയ്യും? അല്ല പോട്ടെ, ചക്കര ചൈനയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു രാജ്യം അങ്ങനെ ഒരു ഗവൺമെന്റ് അവിടെ ജീവിക്കാൻ പറ്റും. ഇനി നെതന്യാഹു ലോകത്തെ ഭൂലോക ഡാഷാണെന്നിരിക്കട്ടെ, ഇസ്രായേല് ഓരോ വേഴ്സ്റ്റ് കൺട്രി ആണെന്നിരിക്കട്ടെ, ഇങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും എന്നിട്ട് 250 പേരെ പിടിച്ചോണ്ട് വന്ന് തോറാബാറ ഗുഹകളിലെ കണക്കുള്ള കുറെ ഡഞ്ചനിൽ കൊണ്ടുവന്നിട്ടിരിക്കുക. അവിടെ ഇനി എത്ര പേരുണ്ടെന്ന്, എത്ര പേര് ജീവിച്ചിപ്പോ ഹമാസിനോട് ഹോസ്റ്റേഴ്സിനെ തിരിച്ചു കൊടുക്കാൻ പറയുമ്പോൾ അവർ പറയാണ് ഹോസ്റ്റേഴ്സിനെ തിരിച്ചു തരാം, പക്ഷെ അവരെവിടാന്ന് ഞങ്ങൾക്ക് അറിയില്ല, ചത്തോ ജീവിച്ചോ എന്ന് അറിയില്ല. ആ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു രാജ്യത്തെ മൊത്തം ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടത്? അവിടെ നിങ്ങൾ സീസ് ഫയറിനെ കുറിച്ച് പറയാണ്. വെടിനിർത്തൽ ആയിരുന്നു ഒക്ടോബർ 7-ന് ഉണ്ടായിരുന്നത്. വെടിനിർത്തൽ ലംഘിച്ചത് നിങ്ങളാണ്. ഇപ്പൊ നിങ്ങൾക്ക് യുദ്ധം നിർത്തണം. അപ്പൊ അതിന് അനുകൂലമായിട്ട്. എന്നാൽ ഒരു വാക്ക് ഈ ഹമാസിനോട് പറയാം, ആ ഹോസ്റ്റേഴ്സിനെ ഒന്ന് വിട്ടുകൊടുത്തൂടെ, ഇസ്രായേൽ യുദ്ധം നിർത്തും, നിങ്ങൾ ആ ഹോസ്റ്റേഴ്സിനെ വിട്ടുകൊടുക്കണം. പാർട്ടി കമ്മിറ്റി അത് അഭിപ്രായപ്പെട്ടു. ഈവൻ UN ആരും ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾ ഇടത് നിലപാടെന്ന് പറയുമ്പോൾ എന്താണ്? യുദ്ധം നിർത്തുക, ഓക്കെ റൈറ്റ്, ജനങ്ങളുടെ ജീവിതം രക്ഷിക്കുക, റൈറ്റ്. പക്ഷെ 2 കൂട്ടരോടും പറയണ്ടേ? അത് ഹമാസിനോട് ഞങ്ങളൊന്നും പറയില്ല. ഹമാസ് ഒരു തീവ്രവാദി സംഘടനയാണ്, അവർക്ക് അഡ്രസ് ഇല്ല, UN അംഗത്വം ഇല്ല. അതിന് അവർക്ക് ഇതൊക്കെ ചെയ്യാവോ? അവരൊരു ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരുന്നതാണ്. ഒരു ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരുന്ന 10,000-30,000 ആർമി ഉള്ള സൈനികരുള്ള റോക്കറ്റുകൾ, ഒരു ദിവസം 10,000 റോക്കറ്റാണ് അവർ വിട്ടത്. അത്രയും വലിയ ശേഷിയുള്ള ഒരു ആർമിയും ഗവൺമെന്റും ഒക്കെ ഉള്ള ഒരു ടീമിനോട് പറയുകയാണ് അവര് നോൺ സ്റ്റേറ്റ് പ്ലെയർ ആണ്, അതുകൊണ്ട് അവർക്ക് എതിരെ പ്രമേയമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് ഇസ്രായേൽ പറയുന്നു അവർ ചെയ്യുന്ന കാര്യം അവർക്ക് ചെയ്യാൻ. കാര്യം എന്താണ്? അവർക്ക് അഡ്രസ് ഇല്ല. അത് വലിയ സൗകര്യമാണല്ലോ. ഇപ്പൊ ഇറാൻ എല്ലായിടത്തും കയറി അടിക്കാം, പ്രോക്സി വഴി. ഹൂതീസിനെ വെച്ച് അടിക്കാം, ഹിസ്ബുള്ളയെ വെച്ച് അടിക്കാം, ഹമാസിനെ വെച്ച് അടിക്കാം. പക്ഷെ ഇറാൻ ഇതിലൊന്നും പങ്കില്ല. ഇറാൻ ഒന്നും ചെയ്യുന്നില്ല. അതാണ് ഇസ്രായേൽ പറഞ്ഞ അങ്ങനെയല്ല, നീ ചെയ്യുന്നുണ്ട്, നീയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് ഡമാസ്കസിൽ അവന്റെ കോൺസുലേറ്റിൽ കയറി അടിച്ചത്.
നീ ഇറങ്ങ്, നീ നേരിട്ടിറങ്ങിയെങ്കിലേ എനിക്ക് കളിക്കൊരു വീര്യമുള്ളൂ എന്ന് പണ്ട് ഏതോ മോഹൻലാലിന്റെ കഥാപാത്രം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇറാനെ ഇറക്കുകയാണ്. ആര്? ഇറാൻ ഇസ്രായേലിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രോക്സികൾ വഴി. അപ്പം അവർക്ക് നല്ല സൗകര്യമില്ലേ, ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുക, ചെല്ലും ചെലവും കൊടുക്കുക. അവർക്കൊന്നും പറ്റുന്നില്ല. അത് വേണ്ടാന്ന് ഇസ്രായേൽ തീരുമാനിക്കും. അപ്പൊ ഈ യുദ്ധങ്ങളിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഇവരുടെ നിലപാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they are dictated by their stance, their affinity, their support towards Islam, Islamic atrocities. അവർ കണ്ണടക്കുകയാണ്. അതുപോലെ ഹനിയ, ഇസ്മായിൽ ഹനിയ, ഇതേപോലുള്ള നേതാക്കൾ, ഈ നേതാക്കളെ കുറിച്ച് അവരെന്താണ് പറയുന്നത്? ടെററിസ്റ്റുകൾ എന്ന് വിളിക്കുന്നുണ്ടോ? ഇവിടെ ഏതെങ്കിലും ഒരാൾ ടെററിസ്റ്റുകൾ എന്ന് വിളിക്കുന്നുണ്ടോ? ഇപ്പൊ ഇസ്രായേലിന്റെ ഇത് വെച്ച് ഒരു നഴ്സ് കൊല്ലപ്പെട്ടു. ആ കൊല്ലപ്പെട്ട നഴ്സിന് അവർക്കൊരു അന്ത്യാഞ്ജലിയോ എന്തോ ഒരു ഭീകരരുടെ മിസൈലേറ്റ് കൊല്ലപ്പെട്ടു എന്നൊരു വരി എഴുതിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സ്ഥല MLA ഒക്കെ ഓടി ഓട്ടം. എടപ്പാളോട്ടത്തിനേക്കാൾ വലിയ ഓട്ടമാണ്. എടപ്പാളോട്ടമാണ് പറഞ്ഞത്. പക്ഷെ ഇതാണ് യഥാർത്ഥ ഓട്ടം. സർവ്വ പവറും കയ്യിലുള്ള മനുഷ്യരാണ് ഇത്രയും പേടിച്ചരണ്ട് പിൻവലിക്കുന്നത്. കാരണം എന്താണ്? അവരുടെ ഇടതുപക്ഷ യുദ്ധവിരുദ്ധ ഇരയാണ് ആ സ്ത്രീ. ഇന്ത്യക്കാരിയാണ്, മലയാളിയാണ്. പക്ഷെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ഇടതാണ്, പക്ഷെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് യാതൊരു ഇതുമില്ല, ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. ഇസ്മായിൽ ഹനിയെ കുറിച്ചൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്: പോരാളി, ടെററിസ്റ്റ് എന്നുള്ളൊരു ലക്ഷണമൊത്ത ടെററിസ്റ്റുകളാണ്. മനുഷ്യന്റെ അല്ലെ തന്നെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്ന്, വൃദ്ധകളെയൊക്കെ കൊണ്ടുവന്ന് ഈ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ഒറ്റ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ ഇസ്രായേലിന് വേണമെങ്കിൽ കുറെ പേരെ പാലസ്തീനികളെ പിടിച്ചുകൊണ്ട് വന്ന് വെക്കാമല്ലോ. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള തിരിച്ചടി അല്ലെന്നാ പറയുന്നത്. അപ്പൊ എന്തായിരിക്കണം ഇസ്രായേലിന്റെ പ്രൊപ്പോർഷനേറ്റ് തിരിച്ചടി? നേരെ ഗാസയിൽ ചെല്ലുക, കൃത്യം 1500 പേരെ കൊല്ലുക, കുട്ടികള്, സ്ത്രീകള്, കുറെ പേരെ റേപ്പ് ചെയ്യുക, കുറെ പേരെ തലവെട്ടി കൊല്ലുക. അല്ലെ പണ്ടൊരു നേതാവ് പറഞ്ഞണം, കുറെ പേരെ വെട്ടിക്കൊല്ലുക, കുറെ പേരെ അടിച്ചു കൊല്ലുക, കുറെ പേരെ വെടിവെച്ച് കൊല്ലുക, എന്നിട്ട് കുറെ പേരെ പിടിച്ചുകൊണ്ട് വന്ന് ഇസ്രായേലിൽ ബന്ദികളായിട്ട് വെക്കുക. അപ്പൊ ഒരു ശല്യമില്ല. അങ്ങനെ ചെയ്യണോ ഇസ്രായേൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇസ്രായേൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹമാസിന് അങ്ങനെ ചെയ്യാം. വി ആർ നോട്ട് കൺസേൺ. ഇടതാണെന്നാണ് പറയുന്നത്, മനുഷ്യപക്ഷമാണെന്ന് പറയുന്നത്, ഹൃദയപക്ഷമാണെന്ന് പറയുന്നത്. നിങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടും പറയണം. നിങ്ങൾ ഒക്ടോബർ 7 നടത്തിയ കൂട്ടക്കൊലയെ അപലപിക്കണം, ഹമാസിനെ കൃത്യമായി അടയാളപ്പെടുത്തണം. എന്നിട്ട് നിങ്ങൾ പറയും ഇസ്രായേൽ ഇപ്പൊ ചെയ്യുന്നത് കളക്റ്റീവ് പണിഷ്മെന്റ് തെറ്റാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കൈയടിക്കാം. അത് ശരിയായ കാര്യമാണ്, കറക്റ്റ് വാദമാണ്. കാരണം ഈ ഗാസയിൽ ഒരു പൗരനെങ്കിലും ഇതിനെതിരെ നിൽക്കുന്നുവെങ്കിൽ അവന് മരണം അല്ലെങ്കിൽ അവനെ ശിക്ഷ അറിയിക്കുന്നില്ല. ആ വ്യക്തി ഇതൊരു കൂട്ട ശിക്ഷയാണ്, കളക്റ്റീവ് പണിഷ്മെന്റ് ആണ്. ബോംബിടുമ്പോൾ മരിക്കുന്നത് ചിലപ്പം ഹമാസിനെതിരെ നിൽക്കുന്നവനും മരിക്കും, അനുകൂലമായിട്ട് നിൽക്കുന്നവനും മരിക്കും. സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ ഇതുകൂടെ പറയണം. ഇത് പറയില്ല. കാരണം എന്താണ്? ഇതിനകത്ത് റാവുത്തറുണ്ട്. റാവുത്തറുള്ളിടത്ത് നമ്മൾ മിണ്ടില്ല. ഇത് നിങ്ങള് ഈ എന്താണ് ഇടതാകണമെങ്കിൽ എന്താണെന്നുള്ള ഏറ്റവും നല്ല തെളിവാണ് വാർ ക്രൈംസും കളക്റ്റീവ് പണിഷ്മെന്റും. ഗാസയിലെ കളക്റ്റീവ് പണിഷ്മെന്റ് ആണ് നടത്തുന്നതെന്ന് പറയുന്നു. ഞാൻ അംഗീകരിച്ചു. എന്താ അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ പറയാനുണ്ട്. കാരണം ഒരു ജനതയെ ഷീൽഡായിട്ട് ഉപയോഗിക്കുന്നു. സൈന്യം ജനതയെ സംരക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗാസയിൽ എന്താണ് ചെയ്യുന്നത്? സൈന്യത്തെ, സോക്കോൾഡ് സൈന്യത്തെ ജനങ്ങൾ സംരക്ഷിക്കുന്നു. കുട്ടികളും സ്ത്രീകളും ഫ്രണ്ടിരിക്കുന്നു, അവിടെ വന്നടിയിടാന്ന് പറഞ്ഞിട്ട് അവരെ പുറകിലിരിക്കുന്നു. വീടുകളിലിരിക്കുന്നു, വിദ്യാലയങ്ങളിലിരിക്കുന്നു, യൂണിവേഴ്സിറ്റികളിലിരിക്കുന്നു, മോസ്കുകളിൽ കയറിയിരിക്കുന്നു. ഒരു സൈന്യം ജനങ്ങളെ പരിചയമായിട്ട് ഉപയോഗിക്കുന്നു. സാധാരണ സൈന്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് നമ്മളിവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് കാരണം അതിർത്തിയിൽ നമ്മുടെ ജവാന്മാർ പൊരുതുന്നതുകൊണ്ടാണ് എന്ന് പറയാറ്. നിങ്ങളുടെ ഇന്നുകൾ ഉണ്ടാക്കാനായിട്ട് അവർ അവരുടെ ഇന്നലകൾ നശിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ അവരുടെ ത്യാഗം, അവരുടെ കരുതൽ, അവരുടെ ജാഗ്രതയാണ് നമ്മളുടെ സുരക്ഷ. ഇവിടെ നേരെ തിരിച്ച നിന്റെ കരുതൽ, നിന്റെ ജീവൻ, അതാണ് എന്റെ സുരക്ഷ. എനിക്ക് താമസിക്കാൻ ഡഞ്ചൻസ്, എനിക്ക് താമസിക്കാൻ ഗുഹകൾ. എന്താണത്? ജനങ്ങളെ വേണമെങ്കിൽ UN രക്ഷിച്ചോളാം എന്നാണ്. അപ്പൊ അത് കളക്റ്റീവ് പണിഷ്മെന്റ് എതിരാണ് നമ്മൾ പറയും. പക്ഷെ ഇവർ ഈ കളക്റ്റീവ് പണിഷ്മെന്റ് ഇവിടെ മാത്രമേ പറയൂ. ഇവ നോക്കൂ, കാറ്റാസ്ട്രോഫിക് റിസ്ക് ഓഫ് ഡെത്ത് ഓഫ് 3 lakh യമനി ചിൽഡ്രൻ ട്രാപ്ഡ് ബൈ അറ്റാക്ക്. 3 ലക്ഷം കുട്ടികളാണ് പട്ടിണി കൊണ്ട് മാത്രം മരിക്കാൻ പോകുന്നത് യമനിൽ. സൗദി അറേബ്യ കൊണ്ടുവന്ന് ബോംബിടുക. ഈ കാണുന്ന 2 ബോംബ് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടോ? ചെറിയ ചിത്രങ്ങൾ. നിങ്ങൾ വിചാരിക്കുന്ന ഗാസയിലാണ്. അല്ല, സൗദി കൊണ്ടുവന്ന് യമനിലിട്ട ബോംബുകൾ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇവിടെ ആരും അറിഞ്ഞില്ല. ഈ പടം എടുത്ത് ഗൂഗിളിൽ വെച്ചപ്പോഴാണ് ഇങ്ങനെ
ഇതേപോലെ കൊണ്ടുവന്ന് വിവാഹ സദ്യയിലൊക്കെ കൊണ്ടുവന്ന് പോകുമ്പോഴുക നമ്മൾ ചിക്കൻ കാലുമൊക്കെ ആയിട്ടിരിക്കുമ്പോ അടിച്ചു പോകണം മൊത്തം. സൗദി ഇട്ട പോകുമ്പോൾ 12,000 കുട്ടികൾ മാത്രമായിരുന്നു 2018 വരെയാണ് 12,000 കുട്ടികൾ മരണമടക്കുകയോ ഫേറ്റലായിട്ട് ഇഞ്ചേർഡ് ആയത്. കുട്ടികൾ മരണമടക്കും. ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടോ? യമനിലാണ്. കാരണം എന്താണ്? സുന്നി സൗദി ഷിയ ഹൂത്തീസിനെതിരെ ഞങ്ങളുടെ ഒരു പ്രശ്നം, ഒരു മൂപ്പുളവ പ്രശ്നം. അത് കുട്ടികൾക്ക് പ്രശ്നമില്ല. കുട്ടികൾക്കൊക്കെ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇടതാണ്. നിങ്ങൾ സംസാരിക്കേണ്ടതല്ല, നമ്മുടെ ഇത് പാർട്ടിയുടെ പ്രശ്നമാണ്. നോക്കൂ, നിങ്ങൾ ഇടതാവണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടായിരിക്കണം. അതുകൊണ്ട് എല്ലാവരും മിണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ വാർത്ത ഇവിടെ വരുന്നില്ല. സിറിയയിലൊക്കെ മനുഷ്യർ അനുഭവിച്ച മിക്കവാറും ഇന്ന് പാലസ്തീനിൽ എന്ന് പറഞ്ഞ ചിത്രങ്ങളിൽ പലതും സിറിയൻ കുട്ടികളുടെ ചിത്രങ്ങളാണ്. പക്ഷെ സിറിയൻ കലാപത്തെ കുറിച്ച് നമ്മുടെ പത്രങ്ങളിലോ നമ്മുടെ മാധ്യമങ്ങളിലോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നാക്കിലോ ഒന്നുമില്ല. ഈ 3 ചിത്രങ്ങളും സൗദി അറേബ്യ 2015-16 മുതൽ 2022 വരെ, അവസാനം അമേരിക്ക ബൈഡൻ വന്നിട്ട് ആയുധങ്ങൾ കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് നിർത്തിയാണ്. രാജകുമാരൻ സൽമാൻ രാജകുമാരൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. വേറെ ആരും ഉണ്ടായിരുന്നു? UAE ഉണ്ടായിരുന്നു, ബഹ്റൈൻ ഉണ്ടായിരുന്നു കൂടെ അടിക്കാൻ സൗദിയുടെ കൂടെ. അവസാനം UAE-യിലേക്ക് ഹൂത്തീസ് ഒരെണ്ണം അങ്ങ് വിട്ടു. അവർ UAE-യിലെ ഏതോ ഒരു പട്ടണത്തിൽ, ഷാർജ ആണെന്ന് തോന്നുന്നു, അവിടെ വന്നുകൊണ്ടവർക്കറിയാം. അവർക്ക് നടന്നു പോകുമ്പോൾ കാണാൻ ഒരു സാധനം വന്നിങ്ങനെ വീഴുന്നു, ഹൂത്തീസ് വിത്ത് ലവ്. അപ്പോഴേ UAE-ക്ക് മനസ്സിലായി, കാര്യം അവൻ പുരോഗമനത്തിന് ആഗ്രഹിക്കുന്നവനാണ്. അവനൊരു വേൾഡ് ഒരു ട്രേഡ് ഹബ്ബായിട്ട് UAE മാറ്റാൻ ആഗ്രഹിക്കുന്നവനാണ്. അവൻ അപ്പോഴേ മനസ്സിലായി അവൻ ജസ്റ്റ് ഒന്ന് ബാക്ക് ഫുഡിലിട്ട് മാറും. അവിടെ എത്തിച്ച് യൂതികൾക്കൊന്നുമല്ല, യൂതികൾക്ക് ഒന്നില് റോക്കറ്റ് ആവാനും സ്വയം തയ്യാറാണ്. റോക്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ സ്വയം റോക്കറ്റായിട്ട് പോകാനും തയ്യാറായിട്ട് നിൽക്കുന്ന കുറെ ഇൻസ്പയർഡ് ബൈ ആൻ ഐഡിയോളജി. ഇത് നോക്കുക, പാലസ്തീൻസ് ബിഗിൻസ് മാസ് എക്സഡസ് വിത്തിൻ ഗാസ ആഫ്റ്റർ ഇസ്രായേൽസ് ഇവാക്യുവേഷൻ ഓർഡർ. മനുഷ്യരെല്ലാം സാധനം എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആലോചിച്ച് നോക്കുക, കോഴി, പശു, പട്ടി, പൂച്ച, ലാപ്ടോപ്പ് എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണ്, നടക്കുകയാണ്. You are destabilized and displaced. So how painful, excruciating, traumatic experience it can be. എന്നിട്ട് ടെന്റുകളിൽ പോയി താമസിക്കുകയാണ്. ഇതിനെ നമ്മൾ അപലപിക്കും. കാര്യം നമ്മൾ ഇടതായതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഒരു ഹ്യൂമനിസ്റ്റിക്കായ ഏതൊരു മനുഷ്യനും ഇത് കാണുമ്പോൾ ഇത് വാർത്തയാണ്, ഇതിനെതിരെ പ്രതികരിക്കണം. ശരിയാണ്, കറക്റ്റ് കാര്യം. പക്ഷെ ഇത് നിങ്ങൾ പ്രതികരിച്ചു കണ്ടിട്ടുണ്ടോ? ഏതാണ്ട് 17 ലക്ഷം അഫ്ഗാനികളാണ് താലിബാനെ പേടിച്ച് പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തത്. അവരെല്ലാം ഇപ്പൊ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുക. കയറിപ്പോടാന്ന് പറഞ്ഞു. കാരണം നിന്നെ കൊണ്ടൊക്കെ വലിയ ശല്യമാണ്. അഫ്ഗാനിസ്ഥാനികളോട് പാകിസ്ഥാനികൾ പറയാം. അവിടെ സാധനം ഉണ്ടാക്കിയവരാണ്. താലിബാനെ മൂപ്പിച്ചു വിട്ടത് ഇമ്രാൻഖാനാണ്. ഇമ്രാൻഖാന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇപ്പൊ തെഹ്രീക്ക് ഈ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അവർ പറയുന്നത് ഈ താലിബാനോട് നിങ്ങൾ കളിക്കണ്ട കേട്ടോ. അപ്പൊ ആ താലിബാൻ രണ്ടും ഒന്നിച്ചു, പാകിസ്ഥാൻ ഒറ്റപ്പെട്ടു. പാകിസ്ഥാൻ ഇപ്പോ ഈ താലിബാനുമായിട്ട് ചർച്ച നടത്തുകയാണ്. 2 വർഷത്തിന് മുമ്പ് നേരെ തിരിച്ചായിരുന്നു, പാകിസ്ഥാൻ ഞങ്ങൾ താലിബാന്റെ ബോസ് ആണെന്ന് പറഞ്ഞിറക്കുക. മനസ്സിലായി? ഈ ജനങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ചൊരു വാർത്തയോ ഇതിനെക്കുറിച്ചൊരു കമന്റോ നമ്മൾ കാണുന്നില്ല. ഇവിടെ ഇപ്പുറത്ത് തന്നെ നോക്കുക, അവിടെ അഫ്ഗാനിസ്ഥാനിലെ ഒരു അന്ന് താലിബാൻ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അവിടുത്തെ കടകളിലെ ഈ ബ്യൂട്ടിക്കുകളിലൊക്കെ സ്ത്രീകളുടെ മുഴുവൻ പടങ്ങൾ വൈറ്റ് വാഷ് ചെയ്യണം. അത്ര മാറ്റമാണ്. ആ ഒരൊറ്റ പടം വെച്ച് അവിടുത്തെ സ്ത്രീകൾ ഇന്ന് ഏത് അവസ്ഥയിലാണ് ജീവിക്കുന്നത് മനസ്സിലാവും. അതിന്റെ മുന്നിലുള്ള പടങ്ങള് കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, എല്ലാം കരിച്ചത്. സ്ത്രീയുടെ മുഖം കാണാൻ പാടില്ല, ഇൻവിസിബിൾ ആക്കുക. വിമൻ ബിക്കം ഇൻവിസിബിൾ ഇൻ എ സൊസൈറ്റി. ബട്ട് നമ്മൾ ക്ലാപ്പ് ചെയ്യും, കാരണം നമ്മൾ ഇടതാണ്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നവരെ ലിഞ്ച് ചെയ്യും സോഷ്യൽ മീഡിയയിൽ. അൺഫോളോ എന്ന് പറയും. നീ അത്രയ്ക്കങ്ങ് വിളയണ്ട. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ ഗാസയിലെ കാണിച്ചു, ഇതാണ്ട് ഈ കാണിച്ചു ജനങ്ങൾ ഇങ്ങനെ പോകുന്നു. ഗാസയിൽ ഏതാണ്ട് 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ആണ് മാക്സിമം ഒരു സഞ്ചരിച്ച്, 4 കിലോമീറ്റർ ഒക്കെ. പക്ഷേ 100 കണക്ക് കിലോമീറ്റർ വരുന്ന ഒരു യാത്ര. 100 കിലോമീറ്റർ നീളത്തിലാണ് ഈ ബസ്സുകളും കാറുകളും പോകുന്നത്. ഇതെവിടെയാണ്? നഗാർനോ കരാബാഖ്. അർമേനിയയും അസർബൈജാനുമായിട്ട് ദശകങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധം. 2 സോവിയറ്റ് റിപ്പബ്ലിക്കുകളായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഈ റിപ്പബ്ലിക്കുകൾ തമ്മിലുള്ള യുദ്ധമാണ് ഞങ്ങളുടെ ഈ 7:30 ഡൽഹി വാർത്തയിൽ ഞാൻ കേൾക്കുക. പൊതി കെട്ടുമ്പോൾ
ഞാനിത് കേൾക്കുന്ന ആഹാരം വാരി കഴിക്കുമ്പോൾ നഗോർണോ കറാബാഖ് അതിർത്തിയിൽ വീണ്ടും യുദ്ധം പുറപ്പെട്ടു. അർമേനിയ, അസർബൈജാൻ, അർമേനിയ, 2 റിപ്പബ്ലിക്കുകളാണ്. ഒന്നൊരു ക്രിസ്ത്യൻ റിപ്പബ്ലിക്, ഒന്നൊരു മുസ്ലിം റിപ്പബ്ലിക്. അതിങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു. റഷ്യ ശിഥിലമായതിനു ശേഷം, സോവിയറ്റ് യൂണിയൻ ശിഥിലമായതിനു ശേഷം യുദ്ധം ഭയങ്കരമായി. അവസാനം ഈ ഒരു പ്രദേശം ഒരു എൻക്ലേവ് ആണ്. ഈ നഗോർണോ കറാബാഖ് എന്ന് പറയുന്നത് അസർബൈജാനിലുള്ള ഒരു അർമേനിയൻ, ഒരു ക്രിസ്ത്യൻ ഒരു എൻക്ലേവ് ആണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 19, 2023 ഏതാണ്ട് 1,00,000-ഓളം വരുന്ന 1,11,000 വരുന്ന അർമേനിയൻ ക്രിസ്ത്യൻസിന് അവരെ മൊത്തം സ്ഥാവര ജംഗമ വസ്തുക്കളുമായിട്ട് ഇവര് ഈ പറയുന്ന 100 കിലോമീറ്റർ നീളത്തിലുള്ള കാർ, ഡിസ്പ്ലേസ്മെന്റ് മാത്രമല്ല, അത് എക്സ്പൾഷൻ മാത്രമല്ല, അത് മഹാദുരന്തമായി. ഒരു ജനത അവരുടെ മുഴുവൻ ബിലോങ്ങിങ്സും അവർ എത്ര നൂറ്റാണ്ടുകളായിട്ട് ജീവിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവരെ പറിച്ചെടുക്കുകയായിരുന്നു. വിത്ത് സപ്പോർട്ട് ഓഫ് തുർക്കിയുടെ സഹായത്തോടു. റഷ്യ ആയിരുന്നു അവിടെ പീസ് കീപ്പ് ചെയ്യേണ്ടത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കിടന്ന് ആകെ അങ്ങ് വിമ്മി കിടക്കുന്നുണ്ട്, മിണ്ടിയില്ല. പഴയ വീര്യമില്ല റഷ്യൻ സൈന്യത്തിന്. അവസാനം ഇവര് ആരും സഹായിക്കാനില്ലാതെ ഇവർ പോവുകയാണ്. ഇതിനേക്കാൾ വലിയൊരു എക്സഡസ് ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ഗാസയിൽ, സ്വന്തം രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ദയനീയമാണ്, ഭീകരമാണ്, ശരിയാണ്. പക്ഷെ ഇവർ മൊത്തം വലിച്ചെറിയപ്പെടുകയാണ്, അപ്രൂട്ട് ചെയ്യപ്പെടുകയാണ്. ഈ 1,00,000 പേരെ കുറിച്ച് നിങ്ങൾ എത്ര പേര് ഇതിനെ കുറിച്ച് വാർത്ത കേട്ടിട്ടുണ്ട്? ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ഇൻ സെപ്റ്റംബർ 2023. ജസ്റ്റ് ഹാപ്പൻ. ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ ഇതിനെ കുറിച്ച് ഫോട്ടോ കണ്ടിട്ടുണ്ട്? ഏതെങ്കിലും മഹാസമ്മേളനങ്ങൾ നിങ്ങൾ കടപ്പുറത്ത് ഇവിടെ കണ്ടിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? ഇതൊരു ദുരന്തമല്ലേ? ദുരന്തമായിരിക്കാം, വലിയ പ്രശ്നമായിരിക്കാം, പക്ഷെ ഇതിനകത്ത് റാവുത്തറില്ല. അതുകൊണ്ട് ഞങ്ങൾ മിണ്ടില്ല. അതുപോലെ തന്നെ ഈ ഭീകരവാദം നോക്കുക, എഗെയിൻസ്റ്റ് റിലീജിയസ് ടെറർ, ടോട്ടാലിറ്റേറിയൻ, എലിനേറ്റിംഗ് അതർ. ഒരു രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെയൊക്കെ അടിച്ചമർത്തുന്നു. എക്സ്പാട്രിയേഷൻ, മ്യാൻമാറിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും. കാരണം അവർ ഇടത് നിലപാടാണ്, അവർ തിരസ്കരിക്കപ്പെട്ട ജനതയാണ്, പലായനം ചെയ്യുന്ന ജനതയാണ്. ദാറ്റ്സ് ഓക്കെ, ഗുഡ് ആൻഡ് ഫൈൻ. വാട്ട് അബൌട്ട് വീഗർ മുസ്ലിംസ് ഇൻ ചൈന? നേരെ തിരിച്ചാണ്. വീഗർ മുസ്ലിംസ് ആയിട്ട് പോലും അവർക്ക് വേണ്ടി സംസാരിക്കില്ല. ബിക്കോസ് എന്താണ്? അതുകൂടെ സംസാരിച്ചാൽ പിന്നെ ഞങ്ങൾ ഇടതല്ലാതെ. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണം തൽക്കാലത്തേക്ക്. പാകിസ്ഥാനും തുർക്കിയൊക്കെ ഭയങ്കരമായിട്ട് വിമിഷ്ടപ്പെടുന്നുണ്ട്. എന്നാലും വീഗർ മുസ്ലിംസിനെ കുറിച്ച് ഇവിടെ ആരും സംസാരിക്കാറ്. പക്ഷെ റോഹിംഗ്യൻ മുസ്ലിംസിനെ കുറിച്ച് സംസാരിക്കും. അതെന്താണ് അങ്ങനെ? ഇത്രേ ഉള്ളൂ. നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഈ പറയുന്നതാണോ? ഇതിനാണ് ഇന്റർനാഷണലിസം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് സമയത്ത് ഇത് തന്നെയാണ് നടന്നത്. ബ്രിട്ടീഷുകാര് സ്റ്റാലിനൊപ്പം ചേർന്നപ്പോ ഇവിടുത്തെ ക്വിറ്റ് ഇന്ത്യ സമരം അനാവശ്യമാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായി. അവിടെ മഴ പെയ്യുമ്പോൾ ഇവിടെ കൊട പിടിക്കുക. ഇതൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യർ ജീവിക്കുക? ഇടതെന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ സോവറിനിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ എവിടെ പോകുന്നു? ചിന്താ സ്വാതന്ത്ര്യം എവിടെ പോകുന്നു? നിങ്ങൾ RSS ഒരു ഭീകര സംഘടനയാണെന്ന് പറയും. ഓക്കെ. പിന്നെ പറയുന്ന ഒരു കാര്യം, RSS ഈസ് ഈക്വൽ ടു ISIS. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയില്ല, RSS ഈസ് ഈക്വൽ ടു ISIS എന്ന് ഇപ്പൊ പറയാറില്ല. അത് ISIS പോയതുകൊണ്ടൊന്നും അല്ല. കാരണം അതെന്താണെന്ന് മനസ്സിലാക്കി. അതാണ് കാരണം. RSS ഈസ് ഈക്വൽ ടു ISIS ഈസ് ഈക്വൽ ടു SBI, ICIC എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ കേൾക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കും അവർക്ക് മടുത്ത് കളഞ്ഞതല്ല, ഇൻഡാസ് വന്നുകൊണ്ട് കളഞ്ഞ. കാരണം RSS ഈസ് ഈക്വൽ ടു ISIS എന്ന് പറയുമ്പോൾ RSS ഈസ് ഈക്വൽ ടു ഹമാസ് എന്നെങ്കിലും പറയേണ്ടി വരും. ഹമാസ് RSS ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു തീവ്രവാദി സംഘടന എന്ന് പറഞ്ഞതിന് ഒരാൾ കിടന്ന് വെള്ളം കുടിക്കുക. RSS ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ അല്ലയോ എന്നുള്ളത് അത് വേറൊരു കാര്യം. പക്ഷെ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷനിൽ തന്നെ നിങ്ങൾ പുറത്ത് കിടക്കുകയാണ്. കാരണം എന്താണ്? ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. വൺ വേ മാത്രമേ പറ്റുള്ളൂ. എനിത്തിങ് ദാറ്റ് എഫക്ട്സ് ഇസ്ലാം ഇസ് ടോട്ടലി അബൌട്ട്. ഇനി നിർണായകമായ ഒരു പോയിന്റ്, ഈ വലതുപക്ഷം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഒരു ആളുകൾ പറയുന്നറിയോ എന്താണ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ, സോഷ്യലിസം, സബ്സിഡി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇടത്. എന്നാൽ ക്യാപിറ്റലിസം, ഫെയർ കോമ്പറ്റീഷൻ, ലേസർ ഫെയർ, ഇതൊക്കെയാണ് വലതെന്ന് പറയുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യം. ഇത് എന്തുകൊണ്ടാണ് ഈ സോഷ്യലിസവും സ്റ്റേറ്റ് ഇന്റർവെൻഷനും
സ്റ്റേറ്റ് മിശികയായിട്ടിരുന്നുകൊണ്ട് എല്ലാ സംഗതികളും ചെയ്തു കൊടുക്കുക, ടാക്സേഷൻ, ഓവർ ടാക്സേഷൻ, ഇതെല്ലാം സ്റ്റേറ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഇന്റർവെൻഷൻ, റെഗുലേറ്റഡ് എക്കോണമി, കളക്ടിവിസ്റ്റ് ആശയങ്ങൾ, ഒരുമിച്ച് കൃഷി ചെയ്യുക, ഗുലാഗുകൾ, ഇതെങ്ങനെയാണ് ഇടതുപക്ഷ ആശയമാകുന്നത് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷെ ഇത് ഇടതായിട്ടാണ് കാണുന്നത്. ഹൗ കാൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു കോൺസർവേറ്റീവ് ആയിട്ടുള്ള കൺസെപ്റ്റ്. നോക്കൂ, കമ്മ്യൂണിസത്തിൽ പോലും അവസാനം പറയുന്നത് സ്റ്റേറ്റ് ഷാൽ വിതറവേ എന്നുള്ളതാണ്. കൺട്രോളാണ്, സ്റ്റേറ്റ് കൺട്രോളാണ്. നിങ്ങൾ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എല്ലാം നിങ്ങൾക്ക്. പിന്നെ സ്റ്റേറ്റ് വ്യവസായം ചെയ്യുന്നു, സ്റ്റേറ്റ് തുണി ഉണ്ടാക്കുന്നു, സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് നടത്തുന്നു, സ്റ്റേറ്റ് നിങ്ങളെ ചികിത്സിക്കുന്നു, സ്റ്റേറ്റ് നിങ്ങളെ പഠിപ്പിക്കുന്നു, സ്റ്റേറ്റ് നിങ്ങളെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു മിശിക സ്റ്റേറ്റ്. ഇതെങ്ങനെയാണ് ഒരു പ്രോഗ്രസീവ് ഐഡിയ ആവുന്നത്? ഇതൊരു സ്വാതന്ത്ര്യ വിരുദ്ധമായിട്ടുള്ള ആശയമാണ്. ഇതൊരു മഹാ കുത്തക പോലെ, ഒരു മിശിക പോലെ സ്റ്റേറ്റ് നിൽക്കുകയാണ്. പക്ഷേ ഈ സ്റ്റേറ്റിന്റെ ഓവർ ആയിട്ടുള്ള റോളിനെയാണ് ഇടതെന്ന് പറയുന്നത്. ഐ ക്വസ്റ്റ്യൻ ദാറ്റ്, ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബട്ട് മറുവശം നോക്കുക, സ്വതന്ത്ര വിപണി, വ്യക്തിയുടെ താല്പര്യം, കോമ്പറ്റീഷൻ, ഒന്നുമില്ലാത്തവനും കയറി വരാം, എല്ലാം ഉള്ളവനും താഴെ പോകാം, അനിൽ അംബാനിയായി മാറാൻ നിൽക്കും. നിങ്ങൾക്ക് ഇന്ന ബിസിനസ് തുടങ്ങുന്നതിന് തടസ്സമില്ല, എല്ലാവർക്കും ഒരേ നിയമം, മൊബിലിറ്റി, ഡൈനാമിസം, ഓൺട്രപ്രന്യൂറൽ ആയിട്ടുള്ള പോസിബിലിറ്റീസ്, ഇതൊക്കെയല്ലേ ക്യാപിറ്റലിസം, വ്യക്തിയുടെ സ്വാതന്ത്ര്യം. ഏത് മറ്റേ കളക്ടിവിസത്തിൽ എന്താ പറയാ? സ്റ്റേറ്റ് പറയും നിങ്ങൾ എന്ത് കൃഷി ചെയ്യണം, ഗോതമ്പ് വേണ്ട, അല്ല ഗോതമ്പാണ് ഞങ്ങൾ ചെയ്യുന്നത്, അല്ല ഗോതമ്പ് വേണ്ട, ഞങ്ങൾ തീരുമാനിച്ചു, പാർട്ടി തീരുമാനിച്ചു, നെല്ല് മതി, അല്ല നെല്ലിവിടെ കിളിക്കില്ല, നെല്ലിവിടെ കിളിക്കില്ലേ, ഞാൻ കിളിപ്പിച്ചു തരാടാ. പക്ഷെ ഇതിനാണ് ഇടതെന്ന് പറയുന്നത്. ഇതൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഓക്കെ, ഈ സ്റ്റേറ്റ് ക്യാപിറ്റലിസം അല്ലെ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഇതൊക്കെയാണ് ഇടതെങ്കിൽ ഞാൻ ഇടതല്ല. ഞാൻ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. സ്വകാര്യ വ്യക്തി, ഇപ്പൊ സ്വകാര്യ വ്യക്തി എന്തെങ്കിലും ഇവിടെ ബിസിനസ് ചെയ്യാൻ പറയുമ്പോൾ സ്വകാര്യ വ്യക്തി അവൻ കട്ടുമുടിക്കും, അവൻ അഴിമതിയായിരിക്കും. ചേട്ടാ, ഈ വ്യക്തികൾ ചേർന്നല്ലേ ഈ സമൂഹം. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു കൂട്ടം സ്വകാര്യ വ്യക്തികളല്ലേ? അതോ ചൊവ്വ നിറക്കിയ മനുഷ്യരാണോ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത്? അതോ മന്ത്രിസഭ സെക്രട്ടേറിയറ്റ് കയറി കഴിഞ്ഞാൽ അവർ വേറെ മനുഷ്യരായി മാറും? ചേട്ടാ, ഇവരും സ്വകാര്യ വ്യക്തികൾ തന്നെയാണ്. വേറെ കാർട്ടൽ, വേറെ പവർ കാർട്ടൽ. ആക്ച്വലി ഈ സ്വകാര്യ വ്യക്തികളോട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര വലിയ ഒരു സംശയം? എന്തിന്റെ കാര്യത്തിന് ഒരു വിശ്വാസ്യത ഇല്ലാത്ത എന്തുകൊണ്ടാണ്? ഈ സ്വകാര്യ വ്യക്തികളെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ നിയന്ത്രിക്കാനായിട്ട് പോലീസുണ്ട്, സർക്കാരുണ്ട്, നിയമമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. പക്ഷെ സർക്കാർ നിയമം എടുത്ത അമ്മാനോട് അവരാരാ ചോദ്യം ചെയ്ത്? യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന സ്വകാര്യ വ്യക്തികളെയാണ്. കാര്യം അവര് they are bound by laws and regulations and it can be dictated by the people in the form of government. What about government? ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? ചങ്ങലയുടെ ഭ്രാന്താണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഗവൺമെന്റ് എല്ലാം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് എങ്ങനെ ഒരു വ്യക്തിക്ക് എല്ലാം ചെയ്യാൻ കഴിയും? ഞാനൊരു വ്യക്തി, എനിക്ക് അഡ്വാൻറ്റേജ് ഉള്ള മേഖലയിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യും. ഇവിടെ നിന്ന് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാധിക്കില്ല, പാടും ഞാൻ, പക്ഷെ നിങ്ങൾ ഓടും. അതാണൊരു പ്രശ്നം. നിങ്ങളിവിടെ ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ പാടുന്നില്ല. ഈ ഗവൺമെന്റ് ഈസ് ഡൂയിങ് എവറിത്തിങ്. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഗവൺമെന്റ് ഇത്ര ഈ ഡിക്റ്ററ്റോറിയൽ ആയിട്ടുള്ള, ടോട്ടാലിറ്റേറിയൻ ആയിട്ടുള്ള എല്ലാ കോൺസെപ്റ്റും യഥാർത്ഥത്തിൽ വിരുദ്ധമാണ്. പക്ഷെ ഇതിനെല്ലാം ഇടതായിട്ടാണ് കാണുന്നത്. ഇതിനെ ഞാൻ എതിർക്കുന്നു. കാരണം ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇടതെന്ന് ചോദിക്കുമ്പോൾ ഇടതുപക്ഷക്കാർ പറയുന്നതാണ് ഇടത്. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് അറിയിച്ചു, ബെല്ലെ മൊണേപ്പ ഹെഗ്ഡെ, BM ഹെഗ്ഡെ എന്ന് പറയുന്ന ഒരു പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. മണിപ്പാൽ അക്കാഡമിയിലായിരുന്നു. ഇദ്ദേഹം ഒരു MBBS ഡോക്ടറാണ്. ആയുർവേദത്തിലും അദ്ദേഹത്തിന് ഡിഗ്രി ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അദ്ദേഹം പറയുന്ന മുഴുവൻ സ്യൂഡോ സാധനമാണ്. നമ്മുടെ ശ്രീ പോലെ, നമ്മുടെ വേറൊരാളുണ്ടല്ലോ സദ്ഗുരു പോലെ, ആ ലെവലിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇദ്ദേഹം മോഡേൺ മെഡിസിനെതിരെ സംസാരിക്കുന്നു. അപ്പൊ മോഡേൺ മെഡിസിനിൽ MBBS ഉള്ള ഒരാള് മോഡേൺ മെഡിസിനെതിരെ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് കൂടുതൽ സംശയമൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹം മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, ഡിഗ്രി ഉള്ള ആളാണ്, എന്ന് വെച്ച് ഇദ്ദേഹം ഹോമിയോപ്പതി അംഗീകരിക്കുന്ന ആളാണ്. ഹോമിയോപ്പതി അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവനെ ചാത്തനെയും മറുതയും ഒക്കെ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ ഇദ്ദേഹം MBBS ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം MBBSനെ കുറിച്ചോ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനെ കുറിച്ചോ പറയുന്ന കാര്യങ്ങളൊന്നും അതേപടി എടുക്കാൻ കഴിയില്ല. കാരണം എടുക്കാൻ കഴിയും, അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണ് ഡേറ്റ എങ്കിൽ, അതനുസരിച്ചാണ് മറ്റു കാര്യങ്ങളെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ എങ്ങനെ എടുക്കും? ഓക്കെ, നിങ്ങൾ
ബിരുദമുണ്ട്, അറിവുണ്ട്, പക്ഷെ നിങ്ങൾ പറയുന്ന ശരിയാവണ്ടേ, അത് ഫാക്ച്വലി കറക്റ്റ് ആവണ്ടേ. നിങ്ങൾ MBBS പഠിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. സ്വർണത്തിന് സുഗന്ധം പോലെ. പക്ഷെ സ്വർണത്തിനായിരിക്കണം സുഗന്ധം, അല്ലാതെ മുക്കിനകത്ത് സുഗന്ധം പിടിച്ചു കഴിഞ്ഞാൽ അത് സ്വർണത്തിന് സുഗന്ധം എടുക്കാൻ പറ്റില്ല. നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണ്. ഞാനൊരു കറക്റ്റായിട്ട് കാര്യം പറയാം. എനിക്ക് MBBS ഇല്ല, അത് സയന്റിഫിക്കലി വാലിഡ് ആണ്. ഇറ്റ് ക്യാൻ ബി സബ്സ്റ്റാൻഷിയേറ്റഡ്. ദർ ഇസ് എ ഹോൾ ലോട്ട് ഓഫ് എവിഡൻസ്. സോ ഇറ്റ് ഈസ് കറക്റ്റ്. ഞാൻ പറഞ്ഞാൽ എന്താ, നിങ്ങൾ പറഞ്ഞാൽ എന്താ? അപ്പൊ ഈ ക്യാപിറ്റലിസം എന്താണ് എന്ന്, ഇടത് എന്താണെന്ന് ഇടത് ആൾക്കാർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് യഥാർത്ഥത്തിൽ ഇടതാണോ എന്ന് നോക്കണം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യലിസം എന്ന് പറയുന്ന രീതിയിലുള്ള ഡിക്റ്ററ്റോറിയൽ ആയിട്ടുള്ള, അതോറിറ്റേറിയൻ ആയിട്ടുള്ള, സെമി അതോറിറ്റേറിയൻ ആയിട്ടുള്ള, സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഉള്ള സംഗതി ഒരിക്കലും ഇടതല്ല. പക്ഷെ അതിനെ ഇടത് ലിസ്റ്റിലാക്കിയിരിക്കുന്നു എന്നുള്ളതിന് ഞാൻ ശക്തമായ പ്രതിഷേധം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. അത് വ്യക്തി വിരുദ്ധമാണ്, അവന്റെ സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ്, തുറന്ന മത്സരത്തിന് വിരുദ്ധമാണ്, അത് അതോറിറ്റേറിയൻ ആണ്. ഇത് ഈ ഒരു കാര്യം കൺക്ലൂഡിംഗ് ആയിട്ട് ഞാൻ പറയാണ്. ഇപ്പൊ അമേരിക്കയില് വലത് പാർട്ടി എന്ന് പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ്. പക്ഷേ ലിങ്കന്റെ പാർട്ടിയാണ്. ലിങ്കനാണ് അടിമകളുടെ മോചനം നടന്നത്. അപ്പൊ വലതുപക്ഷക്കാരാണ് അടിമകളുടെ മോചനം കൊണ്ടുവന്നെന്ന് പറയുന്നത്. ഇതൊക്കെ കാര്യമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ കൺസർവേറ്റീവ് പാർട്ടി ഇൻ UK, റിപ്പബ്ലിക്കൻ പാർട്ടി ഇൻ അമേരിക്ക വലതുപക്ഷമാണെന്ന് പറയുന്നത്. ലിബറലും ലേബറും ഒക്കെ ഇടതാണെന്നാണ് പറയുന്നത്. ലിബറൽ ഒരു സെന്റർ ആണ്. BJP പോലുള്ള പാർട്ടികൾ, കോൺഗ്രസും വലതായിരുന്നു, നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഇടതായിരുന്നു. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും, അവിടെ ഇവിടെ ഇങ്ങനെ ആടി നിൽക്കുന്ന പാർട്ടികളാണ്. ഇവിടെ ഇപ്പൊ യുക്രൈന്റെ ഒരു ബില്ല് അവതരിപ്പിച്ചു. $61 ബില്യൺ ആണ് യുക്രൈന് അമേരിക്കൻ കോൺഗ്രസ് അനുവദിച്ചത്. ഇതിപ്പോ യുക്രൈൻ ഏതാണ്ട് പടമൊക്കെ മടങ്ങി, ഉള്ള സാധനം എല്ലാം പോയി, ഷെല്ലിന് വിടുന്നതിന് പകരം പുകയൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്ന സമയം എല്ലാ ആയുധങ്ങളും എല്ലാം പോയി. യുക്രൈൻ ആകെ ഇപ്പൊ തോക്കാൻ പോവാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ യുക്രൈനിലെ സൈനികരെല്ലാം അവരുടെ മാളങ്ങളിൽ ഇരുന്ന് മൊബൈൽ അടിച്ചു നോക്കണം. അമേരിക്കൻ കോൺഗ്രസിലെ വോട്ടിങ് ഈ $61 ബില്യൺ, അത് നല്ലൊരു തുകയാ. ബില്യൺ എന്ന് വെച്ചാൽ 100 കോടി. ഈ തുക കിട്ടുമെന്ന് അറിയാനായിട്ട് ഇവരിങ്ങനെ മൊബൈൽ അടിച്ചു നോക്കാണ്. ഒരു വേൾഡ് കപ്പ് ഫൈനലിന്റെ ഫുട്ബോൾ മാച്ച് നോക്കുന്നത് പോലെ യുക്രൈനിലെ സൈനികര് അമേരിക്കൻ കോൺഗ്രസിൽ നടക്കുന്ന വോട്ടിംഗ് ശ്രദ്ധിക്കുകയാണ്. അപ്പൊ അവസാനം എന്താണ്? റിപ്പബ്ലിക്കൻസിലെ ഒരു വിഭാഗം, ഭൂരിപക്ഷം കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഡെമോക്രാറ്റുകൾ ഏതാണ്ട് എല്ലാം തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. റിപ്പബ്ലിക്കനിൽ ഒരു വിഭാഗം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വോട്ടെടുപ്പില് ഭൂരിപക്ഷം റിപ്പബ്ലിക്കൻ എതിർത്തിട്ട് പോലും ഈ $51 ബില്യൺ പാസ്സായി എന്നുള്ളതാണ്. ഇപ്പൊ റിപ്പബ്ലിക്കൻസ് ആരാണ്? വലതുപക്ഷം. ഡെമോക്രാറ്റ്സ് ആരാണ്? ഇടതുപക്ഷം. ഈ ഇടതുപക്ഷം ആർക്കാണ് പൈസ കൊടുക്കുന്നത്? യുക്രൈന്. യുക്രൈൻ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്? റഷ്യക്കെതിരെ. ഇവിടുത്തെ ഇടതുപക്ഷക്കാർ ആരെയാണ് പിന്തുണയ്ക്കുന്നത്? റഷ്യയെ. ഇവിടുത്തെ ഇടതുപക്ഷക്കാരുടെ പണി അവിടെ ചെയ്ത ആരാണ്? റിപ്പബ്ലിക്കൻസ്. അവരാരാണ്? വലതുപക്ഷം. ഇതിനകത്ത് ഒരു കാര്യമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ്. ഒരു ലാസ്റ്റ് സ്ലൈഡ്. നമ്മൾ ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു ആശയ പരിസരത്തെ മൊത്തത്തിൽ മല്ലപ്പെടുത്തിക്കൊണ്ട് മതാത്മകമായി മാത്രം അതിനെ വ്യാഖ്യാനിക്കുന്നുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരു പ്രോസിക്യൂഷൻ നടപടി വരുമ്പോൾ, ഞാൻ ഈ അടുത്തിടെ കണ്ട ഒരു വാർത്ത എന്നെ സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. പത്രഭാഷയല്ല എന്ന്. അത് ഈ റിയാസ് മൗലവിയുടെ കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടത് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. പഴയ ഇതാണ്. പ്രോസിക്യൂഷൻ വളരെ വീക്കായിരുന്നു, സർക്കാരിനെതിരെയൊക്കെ ആരോപണങ്ങളൊക്കെ വരുന്നു. ഓക്കെ, ഞാൻ അതൊന്നും അല്ല ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഒറ്റ വാചകം, ഇതിന്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിത് ഈ ഒരു സംഗതി സത്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട്, വസ്തുതകളെ തമസ്കരിച്ചുകൊണ്ട് മതകീയമായി മതപരമായി കാര്യങ്ങൾ കൊണ്ടുപോയാൽ ഒരു സ്റ്റേറ്റിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. നിങ്ങൾ ലെഫ്റ്റ് ആണെന്ന് ക്ലെയിം ചെയ്യുന്നു, ബട്ട് യു ആർ നോട്ട് ലെഫ്റ്റ്, യു ആർ സിംപ്ലി കമ്മ്യൂണൽ. ഇതിനകത്ത് റിയാസ് മൗലവിയെ പ്രതികൾ കൊന്നു എന്ന് പറയാനായിട്ട് കാരണങ്ങൾ നിരത്തുന്ന പ്രോസിക്യൂട്ടർ നിരത്തുമ്പോൾ അതിൽ പറയുന്ന 2 കാര്യങ്ങൾ. ഈ പ്രതികൾക്ക് കൊല്ലപ്പെട്ട റിയാസ് മൗലവിയായിട്ട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു, തർക്കം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇവർ RSS പ്രവർത്തകരായിരുന്നു. ഇതെല്ലാം കണ്ടന്റ് ചെയ്ത കാര്യമാണ്. പക്ഷെ ഇതൊന്നുമല്ല പോട്ടെ, RSSകാരായിരുന്നു, മുൻവൈരാഗ്യമുണ്ട്. ഓക്കെ ഇവർ ഹിന്ദുക്കളാണ് എന്നിട്ട് ഇതാണ് ഹിന്ദുക്കളായതുകൊണ്ട് മുസ്ലിങ്ങളോട് വിരോധമുള്ളത് കൊണ്ട് കൊലപാതകത്തിന്റെ റീസൺസ് പബ്ലിക് പ്രോസിക്യൂട്ടർ അവതരിപ്പിക്കുകയാണ്. എന്താണ് അതിനർത്ഥം? ഒരു ഹിന്ദു ആണെങ്കിൽ മുസ്ലിമിനെ കൊല്ലാനുള്ള ഒരു കാരണമാവുകയാണോ? നിങ്ങൾ എന്താണ് ഈ പറയുക? ഒരു സ്റ്റേറ്റില് ഒരു കേസിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വാദമാണിത്. ഹൗ സ്റ്റുപ്പിഡ്! ഐ കനോട്ട് ബിലീവ്. എങ്ങനെ ഇത് പറയാൻ കഴിയും? ഒരാൾ ഹിന്ദുവാണ്,
എന്താണ് കൊല്ലാൻ? എന്താണ് ഇന്റൻഷൻ? എന്താണ് ഇന്റൻഷൻ? അയാൾ ഹിന്ദുവാണ്, അതുകൊണ്ട് അതിന് ഇവിടെ 100 കോടിയിലധികം ഹിന്ദുക്കളുണ്ട്, 10-20 കോടി മുസ്ലിങ്ങളുണ്ട്. ഈ വാദത്തിന് എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ? ഈ രാജ്യമുണ്ടോ? ഇത് എന്തോ ഈ പറയുന്നത്? ഇത് ഒരു കോടതിയിൽ അവതരിപ്പിക്കുക. ഞാൻ വിചാരിച്ചത് തമാശ പറയായിരിക്കും. ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ ഈ അഡ്വക്കേറ്റിന്റെ പ്രോസിക്യൂട്ടറുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു. പുള്ളി ഇത് തന്നെയാ പറയുന്നത്. ഞങ്ങൾ 4 കാരണം പറഞ്ഞു. ഒന്ന്, ഒരു ഹിന്ദു ആയതുകൊണ്ട് ഒരു മുസ്ലിം മൗലിക പോയി കൊല്ലുക. എന്തൂടെ ഇത്? എന്ത് ഈ പറയുന്നത്? എന്ത് ലോജിക്കാണ് ഇതിന്? നമ്മുടെ പുരോഗമനം പോകുന്ന പോക്കി ഇത് അവതരിപ്പിക്കാണ്, പ്രോസിക്യൂഷൻ വാദമായിട്ട് അവതരിപ്പിക്കാണ്. വളരെ വളരെ നിരാശയാണ്, വളരെ ഖേദകരമാണ്. ഇതൊന്നും ഇങ്ങനൊരു വാദം അവതരിപ്പിക്കുന്ന ആളിനെ പിടിച്ചകത്തിടണമെന്ന് ഞാൻ പറയും. അത് എത്ര രാജ്യവിരുദ്ധമല്ലേ? അത് സമൂഹത്തിന് വിരുദ്ധമല്ലേ? എന്തുമാത്രം പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനൊരു വാദം ഒരു വാലിഡ് ന്യായമായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ ആ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സ്പർദ്ധയും സംശയവും അതിനിടയിൽ ഉണ്ടാകുന്ന അശാന്തിയും ഒന്ന് ആലോചിച്ച് നോക്ക്. ഹൗ കാൻ യു ടോളറേറ്റ് ദിസ്? ഞാൻ പറഞ്ഞു ഇടത് എന്ന് പറയുന്നത്, ഇടതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു. നമ്മളെല്ലാം 99% ഇടത്. ഈ ഇടതിന്റെ മൊത്തം കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എസൻസിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എസൻസ് 99% ഇടതാണ്, 99% ഇടം. എസൻസ് ഇടതല്ലാത്ത 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ക്യാപിറ്റലിസം, സ്വതന്ത്ര വിപണി, വ്യക്തി സ്വാതന്ത്ര്യം, ഇൻഡിവിജ്വൽ സംരംഭം. അത് നമ്മളതിനെ ഈ സോഷ്യലിസം പോലെയുള്ള സംഗതികള്, അതോറിറ്റേറിയൻ സാധനം അംഗീകരിക്കാൻ, അത് വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവരാണ് പറയുന്നത്. അത് ശരിയാവില്ല. പക്ഷെ അതിനെ ഇടതാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, അതുകൊണ്ട് ഞാനത് തട്ടുന്നു. ബാക്കി 1% ഉള്ളൂ. അതെന്താണ്? അതും ഒരു സ്യൂഡോഹാനമാണ്. അതെന്താണ്? ഇസ്ലാമിനെ വിമർശിക്കാതിരിക്കുക. എസൻസിന്റെ പരിപാടികളിൽ ഇസ്ലാം വിമർശിക്കപ്പെടാറുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി വിമർശിക്കപ്പെടാറുണ്ട്. നോട്ട് മുസ്ലിംസ്. ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി ഇറ്റ്സ് എ ടോക്സിക് ഐഡിയോളജി. അത് ലോകത്തിലെ മൊത്തത്തിലുള്ള സമാധാനത്തിനും പുരോഗതിയൊക്കെ തടസ്സം നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ ഇരകളാക്കിയ ഒരു ഐഡിയോളജി തന്നെയാണ്. അതിനെ വിമർശിക്കാറുണ്ട്, വിമർശിച്ച് തന്നെയാണ് പോകുന്നത്. ബാക്കി 99% നമ്മൾ ഇടത് തന്നെയാണ്, പക്ക ഇടതാണ്. ഇത്ര ഇടതായിട്ടുള്ളൊരു സംഘടനയോ ഒരു നിലപാടോ ഉണ്ടാവില്ല. പക്ഷെ നോക്കൂ, ആ ഒരൊറ്റ കാര്യം കൊണ്ട് ആണ് യഥാർത്ഥത്തിൽ വലതുപക്ഷ നാസ്തികത. ഒരേ ഒരു പോയിന്റ്. ബാക്കി 99 A+ എടുക്കത്തില്ല. അതിന് വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞു, അതിന് സാധൂകരിക്കാനായിട്ട് ഞാൻ ടിക്ക് കൊടുക്കുക. വേറെ വേണം. ഈ അടുത്തിടെ നമ്മുടെ ഒരു ഖുറാനിക് ദാവാ ചാനൽ അവർ സ്ഥിരമായി നമ്മളെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് പരിപാടികൾ നടത്താറ്. അവർ പറഞ്ഞു യുക്തിവാദികളും സംഘപരിവാറും തുരങ്ക സൗഹൃദത്തിൽ. നമ്മുടെ ഹമാസിന്റെ തുരങ്കമായിരിക്കും, എനിക്കറിയില്ല ഏത് തുരങ്കമാണ്. ഈ തുരങ്കം അവരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതുകൊണ്ട് എന്ത് പറയുമ്പോഴും അതിനകത്തൊരു തുരങ്കം വരും. യുക്തിവാദികൾ എന്ന് ഉദ്ദേശിച്ചത് എസൻസിനെയാണ് ഉദ്ദേശിച്ചത്. അത് ഇപ്പം അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പൊ നമ്മളെ ഇങ്ങനെ വിളിക്കണം എന്ന് ആരെങ്കിലും പറയാൻ പറ്റില്ല. അപ്പൊ അവർ പറയുന്നറിയോ, വലത്തേക്ക് ചാഞ്ഞ് യുക്തിവാദം. നോക്കൂ, വലത്തേക്ക് ചാഞ്ഞ് ആരാ പറയുന്നത്? ഇസ്ലാം പോലെയുള്ള കൊടിയ വലതുപക്ഷ സ്ഥാപനം. ഇസ്ലാമിനേക്കാൾ വലതുപക്ഷമായിട്ടൊന്നും ലോകത്തില്ല. ഇനി വല്ല യുറാനസിലെങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ. അവരിരുന്ന് പറയാണ് യുക്തിവാദം വലതുപക്ഷത്തേക്ക് ചാഞ്ഞു. എന്താണ് ആ ചർച്ചയുടെ കണ്ടന്റ് എന്നറിയാം? അയ്യൂബ് മൗലവി പോയി, അയ്യൂബ് ഇതാണ് മറ്റേ, അതിന് എന്താ പോകാൻ കാരണം? ഇസ്ലാമിനെ വിമർശിക്കുന്നു. അപ്പൊ ഇസ്ലാമിനെ വിമർശിക്കുന്നത് കൊണ്ടാണ് വലതുപക്ഷ വ്യതിയാനം. ഞാൻ പറയുന്ന തിയറി അല്ല ഇത് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു പ്രമുഖ ദാവാ ചാനൽ അവതരിപ്പിക്കുന്ന തിയറിയാണ്. ഇസ്ലാമിനെ വിമർശിക്കുന്നത് കൊണ്ടാണ് ഇത് വലതുപക്ഷ യുക്തിവാദമായത്. അപ്പൊ വലതുപക്ഷ യുക്തിവാദം ആകാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇസ്ലാമിനെ വിമർശിക്കാതിരിക്കണം. അപ്പൊ എന്താവും? ഇടതാവും. അപ്പോ എന്താണ് ഇടത്? ഇസ്ലാമാണ് ഇടത്. നീ എങ്ങനെ കൈയടിച്ച് പാസ്സാക്കിക്കൂടെ? അവര് തന്നെ പറയാണ് ഇതാണ് വലതുപക്ഷ വ്യതിയാനം, ഇസ്ലാമിനെ വിമർശിക്കുന്നു. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ ഇതാണ്, ഒരു ഓക്സിമറോണാണ് ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്നത്. തമ്മിൽ ചേരാത്ത ഘടകവിരുദ്ധമായ 2 കാര്യങ്ങളുടെ സങ്കലനം, ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു യോക്കിംഗ് ആണ്. പക്ഷെ അതിവിടെ നിലനിൽക്കുന്നു. ഒരു ഇടത് ആകണമെന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാമിന്റെ കാര്യത്തിൽ either you are neutral
or you are pro-Islamic. Otherwise you cannot be called a left. But you can be left. നിങ്ങൾ ലെഫ്റ്റ് ആയിരിക്കും, നിങ്ങൾ കട്ട ലെഫ്റ്റ് ആയിരിക്കും, എസൻസിനെ പോലെ 99% ലെഫ്റ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ ഗ്രേഡ് കിട്ടില്ല. പക്ഷേ മറിച്ച് നിങ്ങൾക്ക് ഒന്നുമല്ല, നിങ്ങൾ ചരട് കുറി ചാമ്പൽ ടീം ആയിക്കോട്ടെ, നിങ്ങൾ ഇസ്ലാമിന്റെ കൂടെയാണെങ്കിൽ നിങ്ങൾ വലത് വ്യതിയാനമല്ല ഇടത് വ്യതിയാനം ആവും. അതാണ് ഇസ്ലാമാണ് ഇടത് എന്നുള്ള പരിപാടിയുടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഇത്രയും സ്ലൈഡുകളിലൂടെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് ഇതേ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. ഓവർ ദ ഇയേഴ്സ് സോ കോൾഡ് ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ് മ്യൂട്ടഡ് എ ലോട്ട്. ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരുപാട് ഉൾപരിവർത്തനത്തിനും വ്യതിയാനങ്ങൾക്കും വിധേയമായിട്ടാണ് പോകുന്നത്. പണ്ടത്തെ രാജാവിന്റെ ഇടതുവശം ഇരുന്നവരും രാജാവിനെതിരെ ഇരുന്നുള്ള അർത്ഥത്തിൽ നിന്നൊക്കെ ഒരുപാട് പോയിട്ട് ഇപ്പൊ എന്താണ്, ഇതൊരു പ്രോ ഇസ്ലാമിക് ആശയമായിട്ട് മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിനെ ഈ റാഡിക്കൽ ലെഫ്റ്റ് അനുകൂലിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദേ വാണ്ട് ടു അൺസെറ്റിൽ മോഡേണിസം, ആധുനികതയെ അസ്ഥിരപ്പെടുത്തുക, പാശ്ചാത്യ സമൂഹങ്ങളെ, ക്യാപിറ്റലിസത്തെ, സ്വതന്ത്ര വിപണിയെ, സ്വാതന്ത്ര്യത്തെ, മനുഷ്യരെ, സ്വതന്ത്ര മനുഷ്യരെയൊക്കെ അവരെ എല്ലാം അസ്ഥിരപ്പെടുത്താനായിട്ടുള്ള റാഡിക്കൽ ലെഫ്റ്റിന്റെ അവരുടെ ശ്രമങ്ങൾക്ക് ഒരു ബാറ്ററിംഗ് റാം, ആ ഒരു വാക്കാലേക്കോ, ഇടിച്ചു കയറുന്ന ഒരാട് പോലെ ഇസ്ലാമിനെ ഉപയോഗിക്കുക. ഇസ്ലാമിന്റെ പ്രകടശേഷി അതിനെന്താണ് പറയുന്നത്? അവർ പറയുന്നതാണ് ഇസ്ലാം ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഇറ്റ്സ് പ്രോൺ ടു വയലൻസ് ആണ്, അവർ പെട്ടെന്ന് വികാരപ്പെടും, അതുകൊണ്ട് അത് സമ്മതിച്ചാലേ പടം വരച്ച് ആവിഷ്കാരം അല്ല പടം വരച്ചാൽ അവർ പടമാക്കും, അതുകൊണ്ട് പടം വരയ്ക്കണ്ട. എന്നിട്ട് ഇപ്പൊ എന്താണ് അവർ ചെയ്യുന്നത്? അപ്രോപ്രിയേറ്റ് ചെയ്യാം. നോക്കൂ, നിങ്ങളുടെ ആശങ്കകൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇവരാണ് കുഴപ്പം. See, this is a very dangerous politics. ഈ സോ കോൾഡ് ഇടതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ നമ്മളൊരു കമ്മ്യൂണൽ പൊളിറ്റിക്സിന്റെ ഒരു മറു വേർഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സംഘപരിവാറിന്റെ ഒരു മെജോറിറ്റേറിയൻ കമ്മ്യൂണലിസം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു കൗണ്ടർ കമ്മ്യൂണലിസം ആയിട്ട്, ഒരു പ്രതിവർഗീയതയായിട്ട് ഇസ്ലാമോ ലെഫ്റ്റ് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇത്രയും സമയം ശ്രദ്ധിച്ചിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.